ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഈ വർഷം ഹിന്ദിയിൽ ഇറങ്ങിയ ഒരു കിടിലൻ ആക്ഷൻ മൂവി, അതിന്റെ കഥ നമുക്ക് കേട്ടാലോ. സത്യ അതുപോലെ തന്നെ അൻകൂർ, ഇവർക്ക് ആരുമില്ല, അച്ഛനുമില്ല അമ്മയുമില്ല, രണ്ടുപേരും ഒറ്റയ്ക്കാണ് വളർന്നത്. അങ്ങനെ രണ്ടുപേരും വലുതായ സമയത്ത് ഈ സത്യയുടെ അനിയൻ അൻകൂർ ചൈനയിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിന് പോയി. അവിടെ വെച്ച് ചില ചതികൾ സംഭവിക്കുകയാണ്. അവൻ അവിടുത്തെ ചൈനീസ് ജയിലിലാവുകയാണ്. അധികം വൈകാതെ ഇലക്ട്രിക്കൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് അവനെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലാൻ വേണ്ടി പോവാണ്. തന്റെ അനിയനെ ലൈഫ് എന്ന് പറഞ്ഞു നടക്കുന്ന സത്യക്ക് ഈ കാര്യം നോക്കി നിൽക്കാൻ കഴിയുമോ? ഒരു ഓഫീസിലെ വെറും ഒരു PA ആയ സത്യ ഉണ്ടല്ലോ, നേരെ ചൈനയിലേക്ക് വിടുകയാണ്. ഒരു പെണ്ണിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതായത് എന്താ പറയാ, ഫുള്ളി ഡിജിറ്റലൈസ് ആയിട്ടുള്ള ആ ഒരു ജയിൽ. അവിടെ നിന്ന് വേണം അവളുടെ അനിയനെ അവൾക്ക് രക്ഷപ്പെടുത്താനായിട്ട്. സോ സത്യ കാണിച്ചു കൂട്ടുന്ന, അവളുടെ അനിയനെ രക്ഷപ്പെടുത്താനായിട്ട് കാണിച്ചു കൂട്ടുന്ന സാഹസികതയാണ് ഈ ഒരു കഥയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോവല്ലേ ചൈനയിലേക്ക്. അവിടെ പോയിട്ട് സത്യ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് നേരിട്ട് കാണുകയല്ലേ. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ഒരു അനിയനും അതുപോലെ തന്നെ അവന്റെ ചേച്ചി രണ്ടുപേരും കൂടെ സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ ചെറുക്കൻ പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് എന്നെ 2-3 പേര് തല്ലി ചേച്ചി. അപ്പൊ ആ ഒരു ചേച്ചി പറയണേ, മോനെ പേടിക്കൊന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നാളെ ഒരു ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അവരെയും കൂട്ടി നീ ആ ഒരു ടാങ്കർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വാ, അവർക്കുള്ള കാര്യം ചേച്ചി കൊടുത്തോളാം എന്ന് പറയണേ. ഇതേ സമയത്തിന് അനിയൻ പറയണ, ചേച്ചി അവര് തല്ലൊന്നും ചെയ്യണ്ട കേട്ടോ, പാവങ്ങളാ. ശരിയടാ, ഞാനൊന്നും ആകില്ല, നീ എന്തായാലും അവരെ കൂട്ടിയിട്ട് വാന്ന് പറയണം. അങ്ങനെ പിള്ളേര് വീടിന്റെ വാതിലും തുറന്ന് ഉള്ളിലേക്ക് കയറിയതും അവരുടെ അച്ഛൻ നേരെ മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാണ്. ഈ 2 കുട്ടികളുടെ ജീവിതവും അതുപോലെ തന്നെ തലകീഴെ മറിഞ്ഞു പോവാണ്. പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് വളർന്ന് വലുതായിട്ടുണ്ട്. അവളുടെ പേര് സത്യ എന്നാണ്. ഇവരുടെ തന്നെ ഒരു അകന്ന കുടുംബം, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. സോ ആ ഒരു വീട്ടിലെ PA ആണ് നമ്മുടെ ഈ ഒരു സത്യ. മാത്രമല്ല ഇന്ന് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും മാനേജ് ചെയ്യുന്നതും എല്ലാം സത്യമാണ്. അപ്പൊ അവൾ ഇപ്പൊ ധരിച്ചിരിക്കുന്നത് യൂണിഫോമിൽ തന്നെയാണ്. ഇപ്പോ അവിടുത്തെ ആ ഒരു മുതലാളി, അതായത് മെഹ്താനി വന്നിട്ട് മോളെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ, എല്ലാം നിന്റെ ആ ഒരു ബലത്തിനാ ഞങ്ങൾ നടത്തുന്നത്, നിങ്ങൾ ആരും ഒന്നും പേടിക്കൊന്നും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്റ്റാഫ് വന്നിട്ട് സത്യയോട് ഒരു പേര് പറയുന്നുണ്ട്, കവിത. ആ പേര് കേട്ട വാർഡ് തന്നെ നേരെ ഈ കല്യാണ ചെറുക്കനുണ്ടല്ലോ അവന്റെ മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. ആര്? സത്യ തന്നെ. അതായത് കവിത എന്ന് പറഞ്ഞ ആ ഒരു ഇവിടുത്തെ സ്റ്റാഫ് ഉണ്ട്, അവരുമായിട്ട് ഈ ചെറുക്കൻ പ്രണയത്തിലായിരുന്നു. മാത്രമല്ല അവള് ഗർഭിണി കൂടിയാണ്. അപ്പൊ ഈ കല്യാണത്തിന് അവന് വലിയ താല്പര്യമൊന്നുമില്ല. അധികം വൈകാതെ ഈ രാത്രിയിൽ തന്നെ മുങ്ങാനാണ് അവന്റെ പദ്ധതി. പക്ഷെ ആ ഒരു കാര്യം സത്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. സത്യ വന്ന് അവന്റെ മുഖത്തിട്ട് 2 എണ്ണം കൊടുത്തിട്ട് പറയണം, നീ ശരിക്കും ആ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ടോ? നിന്റെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അവളെ വഴിക്ക് വിട്ടേക്കടാ. നീ എങ്ങാനും അവളുടെ കൂടെ ജീവിക്കാന്ന് കരുതിയിട്ട് അവളുമായിട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ പാവത്തിന്റെ ലൈഫ് കുളന്തുകൊണ്ട് നിന്റെ കുടുംബക്കാര്. വെറുതെ എന്തിനാടാ അവളോടുള്ള ആ ഒരു സ്നേഹം, അവളെ വെറുതെ വിട്ടേക്ക്, എന്നിട്ട് നീ കാണിക്ക്. ഇതേ നേരം തന്നെ ഈ ചെറുക്കന്റെ ഫാമിലി വരുന്നുണ്ട്, മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കാൻ. എന്ത് കുഴപ്പം, ഇവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കാന്ന് പറയണം. ഇതേ നേരം തന്നെ ആ ഒരു മെഹ്താനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, മോളെ നീ എന്ത് ഈ ഒരു യൂണിഫോമിലൊക്കെ നല്ല ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടിട്ട് വാ. ഓക്കെ അങ്കിൾ, ഇത് പറഞ്ഞു പോയിട്ട് സത്യ ഡ്രസ്സെല്ലാം മാറിയിട്ട് വരികയാണ്. ഇതേ സമയത്തിന് സത്യയുടെ അനിയൻ, അവിടെ തന്നെയാണ് അവന്റെ ഡ്യൂട്ടിയും, അങ്കൂർ എന്നാണ് അവന്റെ പേര്. അപ്പൊ അവൻ ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തേക്കായിട്ടും പോകണം. അവരുടെ കൂടെ ഒന്ന് ചില്ല് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറയണം. പിന്നെ പാവനിയനാണ്, അവൻ എന്ത് പറഞ്ഞാലും ചേച്ചി സത്യ സാധിച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ പറയണം, പോയിക്കോ, പക്ഷെ അലമ്പൊന്നും ഉണ്ടാക്കരുത്, വേഗം ഇങ്ങോട്ടേക്ക് വരണേട്ടാ. എന്തായാലും അങ്കൂറിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. അവൻ നേരെ ഇപ്പൊ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകണം. ഇതേ സമയത്ത് ആ രാത്രിയിൽ തന്നെ ഇവിടുത്തെ ചെറുക്കൻ പ്രണയിച്ച ഒരു പെണ്ണുണ്ടല്ലോ കവിത, അവൾ ഇവിടുന്ന് ദുബായിലേക്ക് മാറ്റിയാണ്. അവിടെ നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള കാശും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന മെഹ്താനി, അതായത് ഈ ചെറുക്കന്റെ അച്ഛൻ പറഞ്ഞ ബലത്തിലാണ് സത്യ ഒരു പെണ്ണിനെ, അതായത് കവിത ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ കവിത ഇവിടെ നല്ലൊരു പോസ്റ്റിൽ ജോലിക്ക് ഉണ്ടായിരുന്ന ആളാണ്. എന്താ ചെയ്യാ, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഇപ്പൊ ഈ മെഹ്താനി ഉണ്ടല്ലോ, ഇയാളുടെ ഒരു മകനുണ്ട് കബീർ. ഇവനെന്തോ പുറത്ത് പഠിക്കാൻ പോയതാണ്. ഇപ്പൊ നാട്ടിലേക്ക് വന്ന പാട് തന്നെ നേരെ വരുന്നത് സത്യയുടെ അനിയനുണ്ടല്ലോ അങ്കൂർ, അവന്റെ അടുത്തേക്കാണ്. ഇവർക്ക് 2 പേർക്കും ഒരു പ്ലാൻ ഉണ്ട്, നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. സോ അച്ഛനോട് പറഞ്ഞിട്ട് ആ ഒരു ബിസിനസ് ഓൺ ആക്കണം എന്നുള്ള ഒരു പ്ലാനാണ് ഇവർ. അങ്ങനെ ഇവർ 2 പേരും ആ ഒരു ബിസിനസ് പ്ലാൻ അച്ഛനോട് പറഞ്ഞ സമയത്ത് ഓക്കെ നല്ല ഐഡിയ ഒക്കെ തന്നെയാണ്, പക്ഷേ ഇതിനേക്കാൾ താല്പര്യമുള്ള മറ്റൊരാളുണ്ട് ഈ ഒരു ബിസിനസിനോട്. എന്റെ ഒരു സുഹൃത്താണ് നാരായൺ, അവനിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. അപ്പൊ നിങ്ങൾ നേരെ അവനോട് പോയിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഇപ്പൊ മെഹ്താനി തന്നെ ഇവരെ നേരെ ചൈനയിലേക്ക് അയക്കുകയാണ്. ഈ മെഹ്താനിയുടെ മകനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സത്യയുടെ അനിയനായിട്ടുള്ള അങ്കൂറും ഉണ്ട്. 2 പേരും നേരെ ചൈനയിലേക്ക് പോവാണ്. ഈ നാരായണനെ കാണുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാന്ന് പറയാണ്. കാരണം അയാൾക്ക് ആ ഒരു പ്രപ്പോസൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഓക്കെ ആയതിന്റെ സന്തോഷത്തില് നമ്മുടെ ഈ ഒരു അങ്കൂറിനെയും കൂട്ടിയിട്ട് കബീർ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ബിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടുന്ന് കബീർ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രഗ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്കൂറിന് എന്തോ പോലെ തോന്നുകയാണ്, ഇത് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പാർട്ടിയിലേക്ക് വന്ന ഒരാളുടെ കയ്യിൽ നിന്നും കബീർ ചെറിയൊരു ഡ്രഗ്സിന്റെ പാക്കറ്റ്
ടിക്കറ്റ് വാങ്ങി കീശയിൽ വെക്കുന്നുണ്ട്. ഇതിനുശേഷം ആ പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഇവർ പോവാണ്. പോകാൻ നേരത്തെ കബീറാണ് കാർ ഓടിക്കുന്നത്. നല്ല സ്പീഡ് ആയതുകൊണ്ട് തന്നെ പോലീസുകാർ കൈ നീട്ടി കാർ നിർത്തിക്കുകയാണ്. എന്നാൽ പോലീസുകാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ അൻകൂറിന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കബീർ പറയണം, നീ പേടിക്കൊന്നും വേണ്ട. പക്ഷേ പോലീസുകാർ വന്നു രണ്ടുപേരുടെ ദേഹം മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ കബീറിന്റെ കീശയിൽ നിന്നും ഡ്രഗ്സ് കിട്ടുകയാണ്. ചൈനയിൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഭയങ്കരമായിട്ടുള്ള പണിഷ്മെന്റാ, ചിലപ്പോൾ മരണശിക്ഷ വരെ കിട്ടും. അങ്ങനെ രണ്ടുപേരും അറസ്റ്റിലായി ജയിലിലാണ് ഇപ്പോൾ. കബീറിന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രഗ്സ് പിടിച്ചെടുത്തത് കൊണ്ട് തന്നെ അവന് നാട്ടിലേക്ക് വിളിക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ അങ്കൂറാണ് നാട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. വേഗം തന്നെ മെഹ്താനി നല്ലൊരു ഉയർന്ന വക്കീലിനെ ചൈനയിലേക്ക് അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്കൂർ ചേച്ചിയോട് സംസാരിക്കുകയാണ്. ചേച്ചി ആകെ പെട്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി പറയും, പേടിക്കൊന്നും വേണ്ട, നിന്റെ കയ്യിൽ ആ ഒരു ഡ്രഗ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല ചേച്ചി, എന്റെ കയ്യിലൊന്നും ഉണ്ടായിട്ടില്ല, അവന്റെ കയ്യിലായിരുന്നു എന്ന് പറയണം. ഓക്കെ നിങ്ങൾ രണ്ടുപേരും എന്തായാലും പേടിക്കാതിരിക്കുക, വക്കീലിന് എന്തായാലും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. പിന്നീട് മെഹ്താനി പറഞ്ഞ ആ ഒരു വക്കീലുണ്ടല്ലോ ചൈനയിലെത്തി. അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കുമ്പോൾ ഈ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഒരാളെ മാത്രമേ വിട്ടയക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറൊരു രക്ഷയില്ല. ഇപ്പൊ വക്കീലിന്റെ കുബുദ്ധി വർക്കാവുകയാണ്. മെഹ്താനിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മെഹ്താനിയും ആ കാര്യത്തിന് പെർമിഷൻ കൊടുക്കുകയാണ്. അതായത് പാവം അങ്കൂറിനെ ഇവിടെ പെടുത്തിയിട്ട് കബീറിനെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് ഇവരുടെ പദ്ധതി. ഈ കാര്യം കബീറിനോടും പറയുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് അത് താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അങ്കിളെ, ഞാൻ അവൻ എന്റെ ഒരു ബ്രദറിനെ പോലെ കണ്ടത്, അവൻ എങ്ങനെയാ അങ്കിളെ ചതിക്കുക? എടാ, ഇവിടുന്നേറ്റ് നീ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നീ ചാവ് കേട്ടോ, ഇലക്ട്രിക്കൽ ചെയറിൽ ഇരുത്തിക്കൊണ്ടാണ് കൊല്ലുക, അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വക്കീൽ അവസാനം ഈ കബീറിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. പിന്നീട് കാര്യങ്ങൾ പോയിട്ട് അങ്കൂറിനോട് സംസാരിക്കുന്നുണ്ട്. തൽക്കാലം ഈ ഒരു കുറ്റം നീ ഏറ്റെടുക്കണം. അപ്പൊ അങ്കിളെ, എന്റെ ലൈഫ്, എന്റെ ഭാവി, ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയാണ്, എടാ തൽക്കാലം നീ ഈ കേസിലൊന്ന് പിടി കൊടുക്കുകയാണെങ്കിൽ ഒരു 5-6 മാസം നീ ജയിലാവുകയുള്ളൂ. പക്ഷെ അവന്റെ കാര്യം ഓൾറെഡി അവന്റെ പേരിൽ വേറെയും കേസുകളുണ്ട്, ചിലപ്പോൾ അവനിക്ക് വധശിക്ഷ വരെ കിട്ടും. കബീർ മരിക്കുന്നത് നിനക്ക് കാണണോ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അങ്കൂറിന് എന്തോ പോലെ ആവുകയാണ്. അവനിപ്പോൾ സമ്മതിക്കുകയാണ്. മാത്രമല്ല വക്കീൽ പറഞ്ഞു, ഇനിയിപ്പോൾ അധികാരികൾ വന്ന് എന്ത് ചോദിക്കുകയാണെങ്കിലും ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ നീ സംസാരിച്ചാൽ മതി എന്ന് പറയണം. അങ്ങനെ അധികാരികൾ വരികയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ ഭാഷയിലാണ് ചോദിക്കുന്നത്. പക്ഷേ വക്കീൽ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അങ്കൂർ പറയുന്നത്. പക്ഷെ അവർ ചോദിച്ച കാര്യം എന്താ വെച്ചാൽ, നിന്റെ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡ്രഗ്സ് അത് നീ വിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതേന്നാണ് ഇപ്പൊ അങ്കൂർ ഭാഷ അറിയാതെ പറയുന്നത് അവരോട്. അങ്ങനെ കേസ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കോടതിയിൽ ജഡ്ജിന്റെ അടുത്ത് തന്നെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, എല്ലാ കുറ്റവും നീ സമ്മതിച്ചോ? അതേ എന്നിപ്പോ ഈ അൻകൂർ പറയണം. അതായത് അവൻ വിചാരിക്കുന്നത് ഒരു 3-4 മാസം ജയിലിൽ കിടന്നാൽ മതിയല്ലോ, പിന്നെ പുറത്തേക്ക് വരാലോ. എന്തായാലും അതേ എന്ന് പറഞ്ഞതിന് ശേഷം ജഡ്ജി ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുകയാണ് കേട്ടോ. അതായത് മാക്സിമം ഒരു 3-4 മാസത്തിനുള്ളിൽ അവനെ ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്ത് കൊല്ലാനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കാര്യം അതുപോലെ തന്നെ ആ ഒരു ട്രാൻസ്ലേറ്റർ അവർ പറഞ്ഞ സമയത്ത് ശരിക്കും നമ്മുടെ അങ്കൂർ ഞെട്ടിപ്പോകുന്നുണ്ട്. പിന്നെ നിലവിളിച്ച് കരയാണ്, ഇല്ല ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചതിക്കപ്പെട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കനെ കരയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? അവനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ അവിടെ നിന്ന് കൊണ്ടുപോകണം. ഇതേ സമയത്തിന് ഇന്ത്യയിൽ നോക്കുകയാണ്, അങ്കൂർ ഇപ്പോൾ അറസ്റ്റിലായല്ലോ, അതുകൊണ്ട് തന്നെ സത്യം നേരെ ചൈനയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. സോ അവൾക്കായിട്ട് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള സ്റ്റാഫിന്റെ കയ്യിൽ കൊടുത്തേക്കാണ്. അപ്പോൾ ഇത് നോക്കിയിട്ട് സത്യം പറയാണ്, ഈ പിച്ചക്കാശും കൊണ്ട് ഞാൻ എന്റെ അനിയനെ എങ്ങനെ രക്ഷപ്പെടുത്താനാണ്? മര്യാദക്ക് എന്റെ അക്കൗണ്ടിലേക്ക് 2 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞേക്ക്. ഇതും പറഞ്ഞ് സത്യം നേരെ ഈ മെഹ്താനിയുടെ പ്രൈവറ്റ് ജെറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. അതേ ജെറ്റിൽ തന്നെ ആ ഒരു വക്കീലും നമ്മുടെ കബീറും വന്നിറങ്ങിയിട്ടുണ്ട്. കബീർ ഇപ്പൊ സത്യം കണ്ടപാട് തന്നെ പോയി കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്, അറിയാതെ പറ്റിപ്പോയെന്നൊക്കെ. സത്യം പറയണ കുഴപ്പമില്ല, നീ ഇവിടുന്ന് പോന്ന് പറയാണ്. എന്നാൽ ആ ഒരു വക്കീലിനെ നോക്കിയിട്ട് സത്യം ഒരു കാര്യം പറയുന്നുണ്ട്, വക്കീലെ നിങ്ങൾക്കുള്ള പാലുവെള്ളം ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഇയാളുടെ സ്വഭാവം വെച്ച് ഇയാൾ തന്നെയായിരിക്കും അങ്കൂറിനെ പെടുത്തിയെന്ന് സത്യക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പൊ അവളുടെ ആ ഒരു വർത്താനം അതുപോലെ തന്നെ ആ ഒരു ഭാവം കേട്ടപ്പോൾ വക്കീലിന് ഒരുമാതിരി ചെറിയൊരു പേടി തോന്നുന്നുണ്ട്. മാത്രമല്ല സത്യം ഇപ്പൊ നേരെ ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഈ സമയത്ത് വക്കീലിന് ഒരു കോള് വരുന്നുണ്ട്. അതായത് മെഹ്താനിയുടെ ഓഫീസ് അതിനാരോ തീയിട്ടു എന്ന് പറഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ വക്കീൽ നമ്മുടെ സത്യം നോക്കുന്നുണ്ട്. അയാൾക്കിട്ട് പണി കൊടുത്തത് മറ്റാരും ആയിരിക്കില്ല, സത്യം തന്നെയാണ്. ഇപ്പൊ വക്കീലിന്റെ ഉള്ളിലും ഒരു പേടി തോന്നുന്നുണ്ട്, ഇനി എങ്ങാനും വിളി തിരിച്ചു വന്നാൽ എനിക്കിട്ടും പണിയോ എന്നുള്ള ഒരു പേടി. അടുത്ത സീനിൽ ചൈനയിൽ കാണിക്കുകയാണ്. അങ്കൂറിനെയും അതുപോലെ തന്നെ വേറെയും കുറച്ച് പ്രതികളെ നേരെ ഇപ്പോൾ ഒരു ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മാത്രമല്ല ഓരോ ശിക്ഷ ലഭിക്കുന്ന ആൾക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള യൂണിഫോം ആയിരിക്കും. അങ്കൂറിന് മരണശിക്ഷ ആയതുകൊണ്ട് തന്നെ അവന്റെ യൂണിഫോം വ്യത്യസ്തമാണ്. പിന്നീട് ഫുള്ള് ന്യൂഡായിട്ട് ആ ഒരു ജയിലിലേക്ക് കയറ്റുന്നതിന് മുന്നേ അവരുടെ ശരീരം മുഴുവൻ പരിശോധിക്കും. നമ്മുടെ ബേക്കത്തെ ഒട്ടയിലൊക്കെ കൈയിട്ട് പരിശോധിക്കും. അപ്പൊ അത് കണ്ട് ഇയാൾ ഗ്ലൗസ് ഒന്നും ഇടാതെ നിൽക്കുമ്പോൾ അവൻ ഗ്ലൗസ് ഇട് എന്നിട്ട് പരിശോധിച്ചാൽ മതി എന്ന് പറയണം. എന്നാൽ ഇത് കേട്ട ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു പോലീസുകാരൻ, അതായത് അയാൾ ഇന്ത്യൻ വംശജനാണെങ്കിലും ഇന്ത്യക്കാരനല്ല, ഒരു ചൈനീസ് സിറ്റിസൺ ആണ്. സോ അയാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാളാണ് ഈ ജയിലത്തെ ജയിൽ വാർഡൻ. അപ്പൊ ഇവൻ ഈ അലമ്പ് കാണിക്കുന്ന കണ്ട സമയത്ത് ഞാൻ പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ എല്ലാ സ്ഥലത്തേക്കും കൈയിട്ട് പരിശോധിക്കുന്നത് ഇയാളാണ്, ഈ ഒരു ജയിലറെ. ഇപ്പൊ അയാളോടും കരഞ്ഞുകൊണ്ട് നമ്മുടെ അങ്കൂർ സംസാരിക്കുന്നുണ്ട്, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കുക. എന്നാൽ ഇയാൾക്ക് ഹിന്ദിയൊന്നും അറിയില്ല കേട്ടോ. ഇംഗ്ലീഷിലാണ് ഇയാൾ മറുപടി കൊടുക്കുന്നത്. നീ എന്തൊക്കെ സംസാരിച്ചിട്ടും കാര്യമില്ല, എനിക്ക് നിങ്ങളുടെ ഭാഷയൊന്നും അറിയില്ല. മറുപടി ഇംഗ്ലീഷിലാണ് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും പരിശോധന എന്ന പേരിൽ അവന്റെ വായിലും അവിടെയൊക്കെ കൈയിട്ടിട്ട് നല്ലോണം വേദനിപ്പിച്ചാണ് അവന് വിടുന്നത്. പിന്നീട് ഇവർക്ക് മാറ്റാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും അതിന്റെ കൂടെ ഒരു പുസ്തകം കൊടുക്കുന്നുണ്ട്. അതായത് ഈ ജയിലിലെ നിയമങ്ങൾ അത് അതിൽ എഴുതിയിട്ടുണ്ട്. അടുത്ത സീനിൽ സത്യയെ കാണിക്കുകയാണ്. അവൾ ഇങ്ങോട്ടേക്ക് ആ ഒരു പ്രൈവറ്റ് ജെറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അവിടുത്തെ ആ ഒരു സ്റ്റാഫ് മേഡം കഴിക്കാൻ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ ഇവിടുത്തെ മെനുവിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കൊണ്ടുവന്നെന്ന് പറയാണ്. സോ അതെല്ലാം അവൾക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. എല്ലാം ഭയങ്കര ആർത്തിയിൽ സത്യ വാരി വലിച്ച് തിന്നാണ്. കാരണം ഇനി ഇതുപോലെ തിന്നാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അവൾക്കറിയില്ല. കാരണം അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് അവൾ പോകുന്നത്
എന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന്. എന്തായാലും ചൈനയിലേക്ക് എത്തിയതിനു ശേഷം നേരെ ആ ഒരു ജയിലിലേക്ക് പോവാണ്. ഇത്രയും നേരം ധൈര്യം ഉണ്ടായിരുന്ന സത്യ ഇപ്പൊ അവിടെ എത്തിയ സമയത്ത് ചെറുതായിട്ടൊന്ന് പതറി പോവാണ്. ഇപ്പൊ ആ ജയിലത്തെ സ്റ്റാഫ് ഉണ്ടല്ലോ, ഒരു ചൈനീസ് പോലീസുകാരൻ, അയാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. ഈ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുള്ളൂ, അടുത്ത തവണ മുതൽ അതിന് പറ്റില്ല. ഇതേ സമയത്ത് ഈ പോലീസുകാരനോട് സത്യ ഇംഗ്ലീഷിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. സാറേ, എന്റെ മുഖം കണ്ടാൽ ഭയങ്കര സാഡായിട്ട് തോന്നുന്നുണ്ടോ? അതെ, സാഡായിട്ട് തോന്നുന്നുണ്ട് എന്ന് ആ ഒരു പോലീസുകാരൻ പറയണം. ഒന്നുകൂടെ മുഖം മാറ്റിയിട്ട് ഇപ്പോഴും എന്ന് ചോദിക്കുകയാണ്. നീ ചിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും നിന്റെ മുഖത്ത് ആ ഒരു വിഷമം തിരിയുന്നുണ്ടെന്ന് മനസ്സിലാവാണ്. അതായത് അനിയനെ കാണാൻ പോകുന്ന സമയത്ത് മുഖം നല്ല തെളിച്ചോട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാരനോട് ഇങ്ങനെ ചോദിച്ചത്. പക്ഷെ എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അവളുടെ മുഖത്ത് ആ ഒരു ദുഃഖം മാറുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും നേരിട്ട് സംസാരിക്കാനായിട്ട് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അങ്കൂറിനെ കണ്ട സമയത്ത് അവൾക്ക് ഇങ്ങനെ പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല ആ ഒരു ജയില് അത് എത്രത്തോളം സെക്യൂർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ സംസാരിക്കുന്ന ആ ഒരു സ്ഥലം തന്നെ നോക്കിയാൽ മതി. അതായത് സംസാരിക്കുന്ന ആ ഒരു സ്ഥലത്ത് യാതൊരു ഹോളും ഇല്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ കേൾക്കാനായിട്ട് ഒരു ഫോൺ വെച്ചിരിക്കുകയാണ്. പിന്നീട് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ അങ്കൂർ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. അത് കണ്ടിട്ടും സത്യ കരയാതെ പിടിച്ചു നിൽക്കണടാ, കരയലടാ, നിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ എത്തിയില്ലേ, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടായാലും ശരി നിന്നെ ഇവിടുന്ന് പുറത്തിറക്കിയിരിക്കും. അങ്ങനെ പലതും പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. മാത്രമല്ല അവർ സംസാരിക്കുന്ന ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ, അതിന്റെ അടിയിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതിലൂടെ അവന്റെ വിരൽ ചെറുതായിട്ടൊന്ന് തൊടുകയാണ്. തൊട്ടിട്ട് പറയാണ്, പേടിക്കണ്ട ചേച്ചിയില്ലേ. അങ്ങനെ സമയം കഴിഞ്ഞു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അങ്കൂറിന് ഇടാനായിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിഫോം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിറം പർപ്പിളാണ്. വധശിക്ഷ ലഭിച്ച ആൾക്കാർക്കാണ് ഈ കളറുള്ള യൂണിഫോം നൽകാറ്. ഇതേ സമയം ജയിലിന്റെ പുറത്തേക്ക് പോയ നമ്മുടെ സത്യമാണെങ്കിൽ ഒരുപാട് വക്കീലന്മാരെ കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഡ്രഗ് കേസിൽ പെട്ട് ഉള്ളിലേക്ക് പോയതാണ് എന്ന് അറിയുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറി പോവാണ്. അങ്ങനെ അവസാനം ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു മൊട്ട വക്കീലിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു വക്കീൽ പറയണം, നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, ഈ കേസിൽ പെട്ട് ഉള്ളിലേക്ക് പോയാൽ പുറത്തു വരാൻ കുറച്ച് പാടാണ്. കാരണം പുറംനാട്ടിൽ നിന്ന് വന്നിട്ട് ഈ നാട്ടിൽ വെച്ച് ഇങ്ങനെ ഡ്രഗ്സിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുഭവം ഇതായിരിക്കും എന്ന രീതിയിൽ അവിടുത്തെ ഗവൺമെന്റ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ഒരു താക്കീത് തന്നെയാണ് ഇങ്ങനെയുള്ള മരണശിക്ഷ. അതുകൊണ്ട് ഒരിക്കലും ഇതിന് മാറ്റി വെക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ സമയം കുറച്ച് നീട്ടി മേടിക്കാം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ വക്കീലിനോട് നമ്മുടെ സത്യ പറയാം. പിന്നീട് ചെറിയൊരു പോസ്റ്റർ അടിച്ചിട്ട് അതിലൂടെ പോകുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം അനിയൻ ഇതുപോലെ കള്ളക്കേസിൽ പെട്ടുപോയിട്ടുണ്ട്, പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കുന്നു പറഞ്ഞിട്ട്. ഇത് കണ്ട ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു ലേഡി ഇപ്പൊ നേരെ സത്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഈ ഡ്രഗ്സ് വിറ്റതിന്റെ പേരിലല്ലേ നിന്റെ അനിയൻ ജയിലിൽ പോയത്, സോ അവന് വേണ്ടി നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നിന്നെയും പിടിച്ച് അവർ ജയിലിലിടും. ഇപ്പൊ സത്യ അവരോട് അനിയനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാപ്പ് കിട്ടുക രണ്ട് കേസിലാണ്. ഒന്ന് മൈനർ ആണെങ്കിൽ, രണ്ടാമത്തേത് ഈ ആൾക്ക് വല്ല ബുദ്ധിസ്ഥിരതയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ ആ രണ്ട് വഴിക്ക് പോയാലും നമ്മുടെ ഈ ഒരു അങ്കൂറിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആകെ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് സത്യ ഇപ്പൊ പെട്ടുകിടക്കുന്നത്. ഇതേ സമയത്തിന് അങ്കൂറിനെ നോക്കി അവന്റെ അതേ രീതിയിൽ അല്ലെങ്കിൽ അതേ കളറിൽ തന്നെ യൂണിഫോം ഇട്ട ആൾക്കാർ ഇപ്പൊ ആ സെല്ലിലുണ്ട്. അതായത് അവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ പോവാണ്. തൂക്കിക്കൊല്ലാനുള്ള ഏതെങ്കിലും ഒരു രീതിയിൽ വധശിക്ഷയായിട്ട്. അപ്പൊ അവിടെ തന്നെ കിഷോർ എന്ന് പറഞ്ഞ ഒരുത്തിനുണ്ട് കേട്ടോ. അവരിങ്ങനെ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ ഇപ്പോൾ ഇവന്റെ അടുത്തേക്ക് പോയി വീഴുന്നുണ്ട്. ഇപ്പൊ അങ്കൂറിനോട് അതൊന്ന് എടുത്തു തരാൻ പറയുമ്പോൾ അങ്കൂർ അത് ശ്രദ്ധിക്കുന്നില്ല, അവൻ വേറെ ഏതോ ലോകത്താണ്. ഇപ്പൊ കിഷോർ തന്നെ ആ ഒരു ബോൾ വന്നെടുത്തിട്ട് അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അങ്കൂർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ദേഷ്യം വന്ന് ഈ കിഷോർ ഉണ്ടല്ലോ അവനോട് തട്ടിക്കയറുകയാണ്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ള ആവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്തിന് ജയിലർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കാര്യം കാണുന്നുണ്ട്. കിഷോറിനെ കൈയോടെ തൂക്കിക്കൊണ്ടുവരാൻ പറയണം. അതായത് ഇവിടെ വെച്ച് അലമ്പ് കളിച്ചാൽ ചാട്ട വെച്ചുള്ള അടിയാണ് പണിഷ്മെന്റ്. എന്നാൽ ഈ കിഷോറിനെ അവിടെ നിന്ന് കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ അങ്കൂർ ഒരു കാര്യം പറയുന്നുണ്ട്, സാറേ ഇത് നിയമത്തിനെതിരാണ്. കാരണം നിങ്ങൾ തന്ന ആ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ 3 തവണ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ ചാട്ട് വെച്ച് അടിക്കാൻ പാടുള്ളൂ. ഇപ്പൊ അങ്കൂറിനെ നോക്കിയിട്ട് ഈ ഒരു ജയിലർ ഉണ്ടല്ലോ അയാളൊന്ന് ചിരിക്കുകയാണ്. ശരിയാണ്, സാധാരണ ആ പുസ്തകമൊന്നും ആരും വായിക്കാറില്ല, നീ അത് മുഴുവൻ വായിച്ചല്ലേ, ഓക്കെ ഇത്തവണ എന്തായാലും ഞാൻ അവനെ പണിഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കിഷോറിനെ വിട്ടയക്കാണ്. കിഷോർ ഇപ്പൊ നേരെ വരുന്നത് അങ്കൂറിന്റെ അടുത്തേക്കാണ്. കാരണം ഈ അങ്കൂറിനെ തല്ലിയതിന്റെ പേരിലാണ് കിഷോറിന് പണിഷ്മെന്റ് കൊടുക്കാൻ നിന്നത്. കിഷോർ വന്ന് സോറി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രതിഭാരം തിരിച്ച് ചെയ്യുന്നും പറയുന്നുണ്ട്. അടുത്ത സീനിൽ സത്യയെ കാണിക്കുകയാണ്. അവിടെ തന്നെയുള്ള ഒരു ബ്രോക്കറുമായി ബന്ധപ്പെട്ട് അവൾക്കൊരു റൂം വേണമെന്ന് പറയാണ്. ഇത്രയും ദിവസം റെയിൽവേ സ്റ്റേഷനിലും അവിടെയൊക്കെ കിടന്നിട്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ട്. അതായത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു റൂമാണ് അവൾ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ആ ഒരു ജയിലുണ്ടല്ലോ അതിന്റെ പരിസരത്ത് തന്നെ വേണമെന്ന് പറയണം. ഈ സമയത്ത് അതിലൂടെ ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ അതിനെതിരെ പോരാടുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സംഘം പോകുന്ന കാണുന്നുണ്ട്. അതായത് പബ്ലിക്കായിട്ട് തന്നെ അവരുടെ ആ ഒരു പ്രതിഷേധം അവർ അറിയിക്കുന്നുണ്ട്. അതെന്താണെന്ന് ആ ഒരു ബ്രോക്കറോട് ചോദിച്ചപ്പോൾ അയാൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും പിന്നീട് സത്യ പറഞ്ഞതുപോലെ തന്നെ ചെറിയ റേറ്റിൽ അവൾക്കൊരു അപ്പാർട്ട്മെന്റ് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റ് ചെറിയ വിലക്ക് കൊടുക്കാൻ തന്നെ കാരണം ഇവിടെ ഒരാൾ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ഇത് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു റേറ്റിൽ നമ്മുടെ സത്യക്ക് ഇത് കിട്ടിയത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സത്യ അവനെ കാണാൻ ചെല്ലും കേട്ടോ. ആ സമയത്തെല്ലാം അവൻ ഭയങ്കര സങ്കടത്തിലാണ്. അവന് യാതൊരു കോൺഫിഡൻസും ഇല്ല. ഒരു രീതിയിലും അവന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം ജയിലിലുള്ള ആൾക്കാരൊക്കെ അതാണേ പറയുന്നത്, ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കേസിൽ ഉള്ളിലേക്ക് വന്നാൽ രക്ഷയില്ല. മിക്കവാറും ഇലക്ട്രിക്കൽ ചെയർ അതിൽ വെച്ചായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. എന്നാൽ ഏറ്റവും കൊടൂരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതുപോലെ ഒരു വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ അടുത്ത തവണ ആരെയാണോ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നത് അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിപ്പിക്കും. അതായത് അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു മരണഭയം കയറിക്കോളും. അതുപോലെ തന്നെയാണ് ഇപ്പൊ അങ്കൂറിന്റെ അവസ്ഥയും. ഇടയ്ക്കിടയ്ക്ക് സത്യ അങ്കൂറിനെ കാണാൻ വരുന്ന സമയത്ത് അവിടെ മറ്റൊരാളെയും കാണാറുണ്ട് കേട്ടോ. ബാട്ടിയാങ്കിള്. ഇയാൾ
ഇയാളുടെ മകനെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇയാളുടെ മകൻ ടോണി, അവനും ഇതുപോലെ തന്നെ ഒരു കേസിൽ പെട്ടിട്ട് മരണശിക്ഷയ്ക്കായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. ഈ സമയത്ത് സത്യ പറയുന്നുണ്ട് ഇതുപോലെ മരണശിക്ഷ കാത്തു കിടക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കായിട്ട് ഇവിടെ ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, നമുക്കൊന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ. ആദ്യമൊന്നും ബാട്ടി അങ്കിൾ സമ്മതിച്ചില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോവുകയാണ്. അങ്ങനെ കുറച്ച് പേര് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്യോഗസ്ഥന് ഇവരോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ നിയമങ്ങളെയും കാര്യങ്ങളെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ അതിന് മറികടന്നുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കരുത്, അത് ഈ നാട്ടിലെ നിയമത്തിനെതിരാണ് എന്നൊക്കെ ഈ ഒരു കൗൺസിലർ പറയുന്ന സമയത്ത് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ സത്യ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. എന്നാൽ ബാട്ടിയങ്ങൾ പറയണ കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് പോകുന്ന പറയണം. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ നേരത്താണ് കുറച്ച് വോളിബോൾ പിള്ളേർ അങ്ങോട്ടേക്ക് വരുന്നത്. മതി കൗൺസിൽ, നമുക്ക് കളിക്കാൻ നേരമായിട്ടുണ്ട്, എല്ലാവരും എണീച്ച് പോയിക്കേന്ന് പറയണം. ഇപ്പൊ ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ നേരത്തെ പോവാൻ നിന്നിരുന്ന സത്യ അവിടെ ചെയറിൽ പോയിട്ട് ഒരേറ്റ ഇരുത്തിരിക്കുകയാണ്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നല്ല കലിപ്പിലാണ്. ആ സമയത്താണ് ഇങ്ങോട്ടേക്ക് പിള്ളേര് വന്നിട്ട് മൂച്ചയാട്ടം വരുന്നത്. അപ്പൊ അവിടെ തന്നെ ഇരിക്കുന്ന സത്യയുടെ അടുത്തേക്ക് ചെറിയൊരു കത്തിയുമായിട്ട് വന്നിട്ട് പറയണം മര്യാദക്ക് ഇറങ്ങി പോയിക്കോ, അല്ലെങ്കിൽ മേത്ത് പോറൽ വീഴുന്നു പറയണം. സത്യ ചാടി എഴുന്നേൽക്കുകയാണ്. അവന്റെ കത്തിയും കൈയും കൂടെ ഒരുമിച്ച് ഒരു പിടുത്തം പിടിച്ച് ഒരേറ്റ തിരുമലാണ്. ചെറുക്കന്റെ കൈ മുറിഞ്ഞു പോയി എന്ന് പറയാലോ. പിന്നീട് കിടന്ന് നിലവിളിക്കാണ് ചോരാ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ബാക്കിയുള്ള പിള്ളേര് സത്യയുടെ നേർക്ക് വന്നപ്പോൾ ഈ ബാട്ടിയാങ്ങളുണ്ടല്ലോ കയ്യിലൊരു ഗണ്ണുണ്ടായിരുന്നു, അതെടുത്ത് ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ പൊട്ടിക്കുന്നു പറയണം. ഗണ്ണ് കണ്ട പാട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ അശോക്, ഇയാൾ വേഗം വന്നിട്ട് പറയണം നിങ്ങൾ എന്തീ കാണിക്കുന്നത്, ഗണ്ണ് താഴ്വെക്ക്. ഈ സമയത്ത് ബാട്ടിയാങ്ങൾ പറയണത് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഇതിൽ ബുള്ളറ്റ് ഒന്നുമില്ല, ഞാൻ പിള്ളേരൊന്ന് പേടിപ്പിച്ചെന്നേ ഉള്ളൂ. അതൊന്നും ശരിയല്ല, ഇവിടുത്തെ നിയമങ്ങൾക്ക് അനുകൂലമായിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പാടുള്ളൂ. അതായത് ഈ അശോക് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരാളാണ്. പിന്നീട് അവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ബാട്ടിയാങ്ങൾ പറയണം നമുക്ക് എന്തായാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ബാറിലേക്ക് പോകുന്നു. അങ്ങനെ 2 കഴിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഒരു ബാട്ടിയാങ്കിൾ ഇയാളുടെ മകന്റെ കാര്യം പറയാണ്. ടോണി അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒരു സ്ഥലത്ത് പെട്ടുപോയതാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അവനൊന്ന് രക്ഷപ്പെടുത്തണം, എനിക്ക് ആകെയുള്ളത് എന്റെ ചെറുക്കം മാത്രമാണ്. പിന്നീട് നമ്മുടെ സത്യം അവളുടെ അനിയന്റെ കഥകളും അവളുടെ ആ ഒരു ഫാമിലിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഇതെല്ലാം പറയാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബാട്ടിയാങ്കിൾ പറയാണ് ഇത്രയും ടഫായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളല്ലേ നിങ്ങൾ, നിനക്ക് നിന്റെ അനിയനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ മകനെയും വിട്ടുകൊടുക്കാൻ പറ്റില്ല, നമുക്ക് ആ ജയിലും കൂടെ പൊളിച്ചാലോ എന്ന് ചോദിക്കാം. ബാട്ടിയാങ്ങളുടെ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ സത്യക്ക് ചിരി വരികയാണ് കേട്ടോ. അങ്കിളെ നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ തമാശ പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞാന്ന് ബാട്ടിയാങ്കിൾ പറയണം. ഇത് കേട്ടപ്പോൾ സത്യക്കും ഇൻട്രസ്റ്റ് ആവുകയാണ്. അങ്കിൾ അത് നടക്കുകയാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കുന്നു പറയണം. ഇത് കേട്ട പാടിനെ തൊട്ടടുത്തുണ്ടായിരുന്ന അശോക് പറയാണ് നിങ്ങൾ എന്ത് വിഡിത്തരായി പറയുന്നത്, ഒരു സമയത്ത് ഞാൻ ഇവിടുത്തെ പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്ത ആളാണ്, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പറയാണ് ഒരു കാലത്തും അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താന്ന് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കേണ്ട. ഇത് കേട്ടപ്പോൾ തന്നെ ബാട്ടിയങ്ങൾ പറയാണ് നിങ്ങളൊരു പോലീസുകാരനായിരുന്നോ, എന്നാൽ ഞാൻ പണ്ടൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു, അതെല്ലാം വിട്ട് മര്യാദക്ക് ജീവിക്കാമെന്ന് കരുതി നിൽക്കുമ്പോഴാണ് എന്റെ മോൻ ഇതുപോലൊരു പ്രശ്നത്തിൽ വന്ന് ചാടിയത്, ശിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതപ്പോൾ നമ്മുടെ കൂടെ ഒരു പെണ്ണും കൂടെ ഉണ്ട്, അപ്പോൾ നമ്മൾ 3 പേര് ഒരു ടീം ആവുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിക്കൂടെ, നിങ്ങളുടെയും ആരും ഒരാൾ ജയിലിൽ വധശിക്ഷക്കായിട്ട് കിടക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് കേട്ട സമയത്ത് ഈ അശോക് പറയാണ് ഈ വെള്ളം അടിച്ച് തലക്ക് എന്തൊക്കെയോ കയറി കിടക്കണം, അപ്പൊ 2 പേരും നേരെ വീട്ടിൽ പോയിട്ട് കിടന്നിറങ്ങാൻ നോക്ക്, അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു പദ്ധതിക്ക് നിൽക്കണ്ടെന്ന് പറയണം. പിന്നീട് ബാട്ടിയങ്കളും അതുപോലെ തന്നെ നമ്മുടെ ഈ സത്യം ഇവർ 2 പേരും സംസാരിക്കുന്നുണ്ട്. അതായത് അശോകിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്നാലേ അയാൾ നമുക്ക് നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നീട് ബാട്ടിയങ്കിൾ അശോകിനെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് അവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ചൈനയിൽ ജനിച്ച ആളൊന്നുമല്ല, ടീനേജ് പ്രായത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ്, പിന്നെ മിലിറ്ററിയിൽ വർക്ക് ചെയ്തു, ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയതിന് ശേഷം പോലീസിൽ ജോയിൻ ചെയ്തു. എന്നാൽ ആ സമയത്ത് ഒരു ചെറുക്കനെ എന്തോ ഒരു കേസിന്റെ പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്തു, അവന് വധശിക്ഷയും കിട്ടി. പിന്നീടാണ് മനസ്സിലായത് അവൻ അതിൽ നിരപരാധിയായിരുന്നെന്ന്. അപ്പൊ അതിൽ കുറ്റബോധം തോന്നിയിട്ട് ഇയാൾ ജോലി റിസൈൻ ചെയ്തു. ഇപ്പൊ ഫുൾ ടൈം എങ്ങനെയെങ്കിലും ആ ഒരു ചെറുക്കനെ ചന്ദൻ കുമാർ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലീഗലായിട്ട് മാത്രമേ അശോക് മുന്നോട്ടേക്ക് നീങ്ങുള്ളൂ, അത് വേറൊരു കാര്യം. ഇപ്പൊ സത്യം പറയാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ടീമിലേക്ക് അയാളെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അടുത്ത സീനിൽ അശോകിനെ കാണിക്കുകയാണ്, നേരെ ജയിലിൽ ആ ഒരു ചെറുക്കനെ കാണാൻ വേണ്ടി പോകണം. അപ്പൊ ജയിലിലേക്ക് വന്ന സമയത്ത് അശോകിന് നല്ല റെസ്പെക്ട് ഒക്കെയാണ് കേട്ടോ, അവിടുത്തെ പോലീസുകാർക്ക് അവന് നേരത്തെ അറിയാം. പിന്നീട് ഇവൻ കാരണം നിരപരാധിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റിലായിട്ടുണ്ടല്ലോ, ചന്ദൻ കുമാർ, അവനോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവനോട് അശോക് പറയുന്നുണ്ട് മോനെ നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ലീഗലായിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കാം. എന്നാൽ ചന്ദൻ കുമാർ പറയുന്നത് സാറേ നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, എന്നെ രക്ഷപ്പെടുത്താനൊന്നും പറ്റില്ല, നിങ്ങൾ വെറുതെ മെനക്കെടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പിന്നീട് ആ ഒരു കുറ്റബോധത്തിൽ തലയും താഴ്ത്തി അശോകും പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ അവനും കാത്ത് പുറത്ത് സത്യ ഉണ്ടായിരുന്നു കേട്ടോ. സത്യ പറയാണ് നിങ്ങളുടെ ആരുമല്ല ഒരു ചെറുക്കൻ, എന്നിട്ടും അവനെ രക്ഷപ്പെടുത്താനായിട്ട് നിങ്ങളിങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്, അതുപോലെ തന്നെ എന്റെ അനിയൻ ചെറുപ്പമാണ്, ഇത്രയും ചെറിയ പ്രായത്തിൽ തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ അവൻ മരിക്കാൻ പോവാണ്, ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് നിൽക്ക്, നമുക്ക് അവരെ രക്ഷപ്പെടുത്താം എന്ന് എന്തെന്നെ പറഞ്ഞിട്ടും ഈ അശോക് കേൾക്കുന്നില്ല കേട്ടോ. ലീഗലായിട്ട് മുന്നോട്ടേക്ക് പോയി എന്നിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമോ നോക്ക്. ഇപ്പൊ ഭയങ്കര ദേഷ്യത്തിൽ സത്യ പറയാണ് നിങ്ങൾ എന്ത് ഈ പറയുന്നത്, തുമ്മിയാലും തൊട്ടാലും എല്ലാത്തിനും ഫൈനും പണിഷ്മെന്റും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ കൂടുതലായിട്ട് അന്വേഷിക്കാതെ വധശിക്ഷയ്ക്ക് വിധിക്കുക ചെയ്യേണ്ടത് ഈ നാട്ടിൽ, പിന്നെ ഞാൻ എങ്ങനെ നീതി തേടി പോകേണ്ടത്, ദയവ് ചെയ്ത് കൂടെ നിൽക്കുമെന്ന് പറയണം. അശോക് പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആവുന്നുണ്ട്. ഇതിനിടയിൽ സത്യ ഒരു കാര്യം പറയാണ്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാം, ഈ ഫൈറ്റിൽ ആരാണോ ജയിക്കുന്നത് അയാൾ പറയുന്നത് കേൾക്കണം. ഇതും പറഞ്ഞ് ഈ അശോകിനെ ഇട്ടിട്ട് നമ്മുടെ സത്യ ചവിട്ടാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇയാൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്, നല്ല ഫൈറ്ററുമാണ്. സത്യ എങ്ങനെയൊക്കെ അടിച്ചാലും ഇയാൾ തടുക്കുന്നുണ്ട് കേട്ടോ. അവസാനം ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ
അപ്പോൾ അശോക് സത്യ എടുത്ത് ഒരൊറ്റ എറിയാണ്. ഇതേ നേരം തന്നെ ഈ അശോകിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. അതായത് കുറച്ച് അധികം നാള് ചന്ദൻകുമാറിന് ഉണ്ടായിരുന്നു, എന്നാൽ അത് വെറും 45 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. 45 ദിവസം കഴിഞ്ഞാൽ അവനെ തൂക്കിക്കൊല്ലുമെന്ന് ഇയാളുടെ വക്കീൽ ഇയാൾക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാളുടെ പിന്നിൽ നിന്ന് നമ്മുടെ സത്യ അറ്റാക്ക് ചെയ്യാണ്. കഴുത്ത് പിടിച്ചൊന്ന് ഒടിച്ച് ഇയാളെ ബോധം കെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറച്ച് ബിയറും കൊണ്ടുവന്നിട്ട് ഇയാളുടെ മുഖത്ത് തെളിക്കുകയാണ്. ഫൈറ്റിൽ ഞാനല്ല ജയിച്ചത്, അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയണം. എന്നാൽ അതുകൊണ്ടൊന്നുമല്ല അശോക് സമ്മതിച്ചത്. 45 ദിവസം കൊണ്ട് അവനെ തൂക്കിക്കൊല്ലാൻ പോവാണ്. ലീഗലി പോവാണെങ്കിൽ അത്ര സമയം കൊണ്ടൊന്നും എന്തായാലും അവനെ രക്ഷപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് അശോക് സമ്മതിച്ചത്. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചെറുക്കന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സത്യയുടെ അനിയൻ അങ്കൂർ, അവന് 145 ദിവസം ഉണ്ട്. അതുപോലെ തന്നെ ബാട്ടിയാങ്കിൾ ഉണ്ടല്ലോ, ഇയാളുടെ മകൻ ടോണിക്ക് 237 ദിവസം ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഈ അശോക് ഉണ്ടല്ലോ, ഇയാൾ കാരണം ഉള്ളിൽ പോയ ആ ഒരു ചെറുപ്പക്കാരന് വെറും നമ്മളിപ്പോ കണ്ടതല്ലേ 45 ദിവസമേ ഉള്ളൂ. എന്തായാലും ഇവര് 3 പേരും പിന്നീട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ അശോകിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, ജയിലുണ്ടല്ലോ, അതിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ് ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാണ്. അതായത് ഈ പിള്ളേരെ 3 പേരെയും നേരെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് ഇടണം. ഈ കിച്ചന്റെ അടിയിലായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കോൺക്രീറ്റിന് തറയാണ്. കുറച്ച് അകലെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കണം. ആ ഒരു കോൺക്രീറ്റ് അത് പൊട്ടിച്ച് ഒരു ഹോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു തുരങ്കം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് ആണ്. എന്തായാലും അങ്ങനെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി അവരെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. പിന്നീട് കരമാർഗമല്ല, കടൽ വഴി നേരെ മലേഷ്യയിലേക്ക് പോകണം. എന്നാൽ ഈ സമയത്ത് അശോക് ഒരു കാര്യം പറയുന്നുണ്ട്. ചൈനീസ് സർക്കാരും അതുപോലെ തന്നെ മലേഷ്യൻ സർക്കാരും നല്ല കോൺടാക്റ്റിലാണ്. ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് മെസ്സേജ് പോകും. ചിലപ്പോൾ ഈ മലേഷ്യക്കാർ തന്നെ നമ്മളെ പിടിച്ചിവിടെ ഏൽപ്പിക്കും. അപ്പൊ അതിന് നമ്മൾ വേറൊരു വഴി കണ്ടുപിടിക്കണം എന്ന് പറയാം. നേവിയിൽ ഈ അശോകിന്റെ ഒരു സുഹൃത്തുണ്ട്. അയാൾ വഴി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് എങ്ങനെയെങ്കിലും ഞാൻ സെറ്റാക്കിക്കൊള്ളാന്ന് അശോക് പറയണം. ഇനി ഇവരുടെ ആ ഒരു പദ്ധതി ഉണ്ടല്ലോ, ആ ഒരു പദ്ധതിയുടെ ആദ്യ ഘട്ടമായിട്ട് ടണലിന്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണം. അതുപോലെ തന്നെ ഇവർ 3 പേരെയും കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് ഇടവും വേണം. മാത്രമല്ല ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം പിള്ളേരെ അറിയിക്കുകയും വേണം. അങ്ങനെ പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. സത്യ ഇപ്പോൾ അങ്കൂറിനെ കാണാൻ വേണ്ടി നേരെ ജയിലിലേക്ക് പോയിട്ടുണ്ട്. ഒരു സ്ക്രീൻ വഴിയാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുക. അന്ന് പറഞ്ഞല്ലോ നേരിട്ട് ഒരേ ഒരു തവണ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന്. അങ്ങനെ കുറച്ചു നേരം അവനോട് സത്യ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ മുഖം കണ്ട സമയത്ത് എന്തോ ഒരു വിഷമമുണ്ട്. അതുപോലെ തന്നെ അവൻ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട് എന്നും ഇപ്പോൾ സത്യക്ക് മനസ്സിലായി. എന്താ പറ്റിയെന്നൊക്കെ അവനോട് ചോദിക്കുമ്പോൾ അവനത് പറയുന്നില്ല. ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ് 25 ദിവസം പിന്നിലേക്ക്. അതായത് ഈ ആളുകളെ ചാട്ടയടിച്ച് പണിഷ് ചെയ്യുന്ന ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് ജയിലർ ഇപ്പോൾ നമ്മുടെ ഈ ഒരു അങ്കൂറിനെ വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ തന്നെ ഈ ജയിലിന്റെ വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരു ചില്ലിന്റെ കൂടുണ്ട്. ആ കൂടിന്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അതുപോലെ തന്നെ സ്ട്രോ ഉണ്ട്. ഇത് കിട്ടിയത് നമ്മുടെ അങ്കൂറിന്റെ റൂമിൽ വെച്ചാണ്. ഇപ്പൊ ആ ഒരു ജയിലർ ചോദിക്കുന്നുണ്ട്, നീ വലിയ നിയമമൊക്കെ നോക്കുന്ന ആളല്ലേ, സെല്ലിൽ ഇതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു വസ്തുവും വെക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടല്ലോ, നീ പുസ്തകം വായിച്ചപ്പോ അതെന്താ കണ്ടില്ലേ? അങ്ങനെ നിയമം തെറ്റിച്ചാൽ അതിന് പണിഷ്മെന്റ് ഉണ്ട്. ഇതും പറഞ്ഞ് അവിടുത്തെ ഒരു എന്താ പറയാ മരം പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിലിപ്പോ അവനെ കെട്ടിവെക്കുകയാണ്. എന്നിട്ട് അവനെ അടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മറ്റാരെയല്ല, ആ ഒരു കിഷോറിനെയാണ്. അന്ന് ഈ കിഷോറിനെ തന്നെയാണ് ചാട്ടവാർ അടിയിൽ നിന്നും അങ്കൂർ രക്ഷപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ അന്ന് അവൻ സംസാരിച്ച ആ ഒരു സംസാരമൊന്നും ജയിലർക്ക് തീരെ ഇഷ്ടമായില്ല. അതിന്റെ ഒരു പണിഷ്മെന്റ് ആണിത്. ആദ്യം തന്നെ ആ ഒരു ചാട്ടം കൊണ്ട് 10 തവണ അടിക്കുകയാണ്. അടിക്കുമ്പോൾ അവിടെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. അത്രയും വേദന ആവുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ 5 അടി അത് വെറുതെ അല്ല അടിക്കാൻ പോകുന്നത്. നല്ല ചൂരല് നല്ല കട്ടിയിൽ ഉപ്പ് തേച്ച് അത് വെച്ചാണ് അടിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കിഷോറിന് ഇതിന് മനസ്സ് വരുന്നില്ല. അവനിങ്ങനെ അടിക്കാൻ ഓങ്ങും, പക്ഷെ ചെയ്യില്ല. അപ്പൊ കിഷോറിനോട് ജയിലർ പറയുന്നുണ്ട്, നീ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതേ പണിഷ്മെന്റ് നിനക്കും കിട്ടുക എന്ന് പറയണം. അങ്ങനെ ഒരു രക്ഷയില്ലാതെയാണ് കിഷോർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഉപ്പ് തേച്ച് അടി കിട്ടിയ സമയത്ത് പാവ അൻകൂർ നിലവിളിച്ച് കരയാണ് കേട്ടോ. അടി കൊണ്ട് തളർന്നു പോയിട്ട് പിന്നീട് അവനെ റൂമിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു സ്ട്രെച്ചറിലാണ്. ജയിലർ അത്യാവശ്യം നല്ല ക്രൂരനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവന് നോക്കിയായി. ആ സമയത്ത് അങ്കൂറിന്റെ അടുത്തേക്ക് കിഷോർ വന്നിട്ട് പറയാണ്, നീ എന്തായാലും ഇവിടെ കിടന്ന് ചാവാൻ പോകുന്നില്ല, നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് തന്നെ കിഷോർ പറയാണ്. നിനക്ക് ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയുണ്ട്, സത്യ എന്നാണ് പേര്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, ഈ ഒരു കാര്യം നിന്റെ ചേച്ചി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചേച്ചിയോട് പോലും പറയാൻ പാടില്ല എന്ന് പറയണം. പിന്നീട് എന്താണ് പദ്ധതി എന്ന് കിഷോർ ഇപ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് മെഡിക്കൽ റൂം ഉണ്ടല്ലോ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ കൊണ്ടുപോകുന്ന ആ ഒരു ഏരിയ, അങ്ങോട്ടേക്ക് അധികം ആരും പോവാറില്ല. ഈ കിഷോറും അവന്റെ ഒരു സുഹൃത്തുണ്ട് മാത്യു, അതുപോലെ തന്നെ ചന്ദൻ, ഇവര് 3 പേരും ഇടക്ക് ആ ഒരു ഭാഗത്ത് ഡ്യൂട്ടിക്ക് പോവാറുണ്ട്. അധികം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിലേക്ക് ഇവർ ജോലിക്ക് പോകുമ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു ടണൽ അവർ പയ്യെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഈ ജയിലിൽ നിന്ന് ഒരാളുടെ ഹെൽപ്പും കൂടെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതാരാണെന്ന് അധികം വൈകാതെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഇപ്പൊ വധശിക്ഷയ്ക്കായിട്ട് വിധിച്ചിട്ടുള്ള ടോണി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ഇടക്കിടക്ക് ഈ ഷിവറിങ്ങും കാര്യങ്ങളും വരും. അപ്പൊ അവനെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിന് നമ്മൾ പോയിട്ട് അവിടെ ആ ഒരു തുരങ്കം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. 2 വർഷമായിട്ട് ഞങ്ങൾ ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ആ ഒരു തുരങ്കം ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഈ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോളിലേക്കാണ് ചെന്നെത്തുക. അതിലൂടെ നമുക്ക് ആ ഒരു സ്ട്രീറ്റിലേക്ക് ചെന്ന് കയറാൻ പറ്റും. പക്ഷെ ഈ ഒരു കാര്യം നീ നിന്റെ ചേച്ചിയോട് പോലും പറയാൻ പാടില്ല. ഉറപ്പായിട്ടും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുന്നതിന് പറയണം. പക്ഷെ എന്തിനാണ് ഈ ഫ്ലാഷ് ബാക്ക് ഇപ്പൊ കാണിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സത്യ അങ്കൂറിനെ നോക്കിയിട്ട്, ഡാ എന്താ നിന്റെ മുഖത്തൊരു വാട്ടം, നീ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ, എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സത്യ വിചാരിച്ചതുപോലെ തന്നെ അങ്കൂറിന്റെ ഉള്ളിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അവനത് പറയാൻ പറ്റില്ലല്ലോ. അവൻ പറയുന്ന ചേച്ചിയോ ഒന്നുമില്ല, ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ, ഞാനിവിടെ ഓക്കെ എന്നൊക്കെ പറയാം. സത്യക്കും അതുപോലെ തന്നെ ഇവനോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. കാരണം ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ റെക്കോർഡഡ് ആയിരിക്കും. ഇവർ പോയി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ മുഴുവനായിട്ട് പോലീസുകാർ പരിശോധിക്കുകയും ചെയ്യും. ഒന്നും പറയാൻ പറ്റാതെ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുകയാണ്. പിന്നീട് സത്യ പോകുന്നുണ്ട്. ഈ സമയത്ത് ജയിലിൽ വെച്ച് മറ്റൊരു കാര്യം സംഭവിക്കാൻ കേട്ടോ. ഈ കിഷോറിന്റെ കൂടെ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിരുന്ന മാത്യുവിനെ പെട്ടെന്ന് ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്ത് കൊന്നുകളയാണ്. ആ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് കിഷോർ ആകെ ഷോക്കായി പോവാണ്. കാരണം മാത്യുവിന് അറിയായിരുന്നു ഇന്നാണ് അവനെ കൊല്ലാൻ പോകുന്നതെന്ന്. പക്ഷെ മാത്യു ആ ഒരു കാര്യം ഇവരോട് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. എന്താ ഇതിന്റെ കാരണം എന്ന് നോക്കുകയാണെങ്കിൽ മാത്യുവിനെ ഇന്നാണ് കൊല്ലാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ ഇവരുടെ ഈ ഒരു തുരങ്കുണ്ടാകുന്ന പണി അത് കുറച്ചുകൂടെ റഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിടിക്കപ്പെടും. പണി പാളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മാത്യു ഇവൻ മരിക്കാൻ പോവാന്നുള്ള ആ ഒരു കാര്യം മറച്ചു വെച്ച് ഇവരുടെ കൂടെ തന്നെ നിന്ന് ജോലി ചെയ്തത്. അപ്പൊ മാത്യുവിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇവർക്കൊക്കെ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ ഇതോട് കൂടിയിട്ട് കിഷോർ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ കേട്ടോ. വരാൻ പോകുന്ന 15-ാം തീയതി അന്ന് തന്നെ നമ്മൾ രക്ഷപ്പെട്ടിരിക്കും. ആ ഒരു ദിവസം കിഷോർ സെലക്ട് ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. അന്ന് ഈ നാട്ടിൽ വലിയൊരു സെലിബ്രേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. സോ എല്ലാവരും അതിൻ്റെതായ ആ ഒരു ശ്രദ്ധയിലായിരിക്കും. എന്നാൽ ഇതേ ഡേറ്റ് തന്നെ നമ്മുടെ ടീമും പ്ലാൻ ചെയ്യാണ്. അതായത് സത്യ, അശോക്, അതുപോലെ തന്നെ നമ്മുടെ ബാട്ടിയാങ്കൾ. കാരണം അന്ന് ആ ഒരു സെലിബ്രേഷൻ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായിരിക്കും. അപ്പൊ ആ ഒരു ദിവസം തന്നെ ഇവർ സെലക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ആ ഒരു ജയിലിലേക്ക് പുതിയ ഡ്യൂട്ടി ചാർട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കാര്യമൊക്കെ ഇപ്പൊ ജയിലർ നോക്കുകയാണ്, അതിന് സാങ്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡ്യൂട്ടി ചാർട്ട് ഇത് വായിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ചന്ദൻ കുമാർ, അതുപോലെ തന്നെ ടോണി, പിന്നെ അൻകൂർ, അതായത് പുറത്തു നിന്ന് രക്ഷിക്കാൻ നോക്കുന്ന ഇവര് 3 പേരെയാണ്. ഇവര് 3 പേരും കറക്റ്റ് ആയിട്ട് കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് വരികയാണ്. ആരോ ഒരാൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ടോ? കറക്റ്റ് ഇവര് 3 പേരെ മാത്രം കിച്ചണിലേക്ക് ഇങ്ങനെ ആക്കാനായിട്ട് കിഷോറിന് സംശയം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ടോണിയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ടോണി പറയണേ എന്റെ അച്ഛനൊന്നും ആയിരിക്കില്ല, അദ്ദേഹത്തിന് അത്ര പവറും ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. ഇതേ നേരം തന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ സത്യ, ബാട്ടിയാങ്കൾ ഇവരൊക്കെ ബോട്ട് റൈഡ് ചെയ്യാനായിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഇവരെ രക്ഷപ്പെടുത്താൻ പോകുന്നുണ്ട് എന്നുള്ള വിവരം ഉള്ളിലേക്ക് അറിയിക്കണമല്ലോ. അപ്പൊ കിച്ചൺ ഡ്യൂട്ടിയിൽ ഈ ജയിൽ പുള്ളിയുടെ കൂടെ തന്നെ കുറച്ച് പോലീസുകാരുണ്ടാവുമല്ലോ. അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ പേപ്പറിന്റെ കഷ്ണം ഒരു ബ്രെഡിന്റെ ഉള്ളിൽ വെച്ച്, ആദ്യം ഒരു ഉരുളക്കിഴങ്ങിന്റെ ഉള്ളിൽ വെച്ച് പിന്നെ ഒരു ബ്രെഡിന്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട്. അത് പിന്നീട് കിട്ടുന്നത് ടോണിക്കാണ്, അതായത് ബാട്ടിയാങ്കളുടെ മകന്റെ കയ്യിൽ. പക്ഷെ ആ ഒരു ബഞ്ഞ് അവൻ തിന്നെന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു പേപ്പറിന്റെ കഷ്ണം അവന് കിട്ടിയോ ഇല്ലയെന്ന് അറിയില്ല. കാരണം ഇതൊന്നും ആർക്കും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. 24 മണിക്കൂറും ഡിജിറ്റൽ ജയിലാണ്, അതുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇവരിങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കിഷോർ മറ്റൊരു രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ആ ഒരു മെഡിക്കൽ റൂം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഇവരുടെ ആ ഒരു ടണൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇവർ പതിയെ തുറന്നുണ്ടാക്കിയത്. മാത്രമല്ല ആ ഒരു ഭാഗത്തേക്കാണെങ്കിൽ ഇപ്പൊ അധിക നേരം പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കിഷോർ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ കുറച്ച് മരുന്ന് ഒപ്പിക്കുകയാണ്. ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഛർദിയൊക്കെയായിരിക്കും. അങ്ങനെ ഇവർ 4 പേരും, അതായത് അങ്കൂർ, ടോണി, ചന്ദൻ, പിന്നെ ഒരു കിഷോർ, ഇവർ 4 പേരും ഭക്ഷണത്തിൽ കലക്കി ആ ഒരു പൊടി കഴിക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് എല്ലാവരും ഛർദിക്കാൻ തുടങ്ങുകയാണ്. വേഗം തന്നെ ഇവർ 4 പേരെയും ആ ഒരു മെഡിക്കൽ സെക്ഷനിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഉള്ളിൽ നടക്കുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന പോലീസുകാർ നമുക്ക് എന്തായാലും ഒന്ന് സിഗരറ്റ് വലിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പോലീസുകാരനെ കൂട്ടി ഒന്ന് മാറി നിൽക്കുകയാണ്. ഈ ഗ്യാപ്പിന് ഓക്കെ ആയ ഇവർ 4 പേരും ആ ഒരു ടണലിന്റെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടോർച്ച് അടിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതേ നേരം തന്നെ ജയിലർക്ക് ഒരു സംശയം, അതായത് ഇവരെവിടെ പോവാണെങ്കിലും ഇവർക്ക് ഡ്യൂട്ടി കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ അതങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ. സംശയം തോന്നി വേഗം തന്നെ അങ്ങോട്ടേക്ക് സെർച്ചിനായിട്ട് ആളയക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവരുടെ ടണലിന്റെ ഉള്ളിലേക്ക് ഒരു പോലീസുകാരൻ ഓൾറെഡി ഒരു ടോർച്ചുമായിട്ട് വന്നിട്ടുണ്ടല്ലോ. എന്നാൽ അതൊരു പോലീസുകാരനായിരുന്നില്ല, പോലീസുകാരിയായിരുന്നു. ഇവർ 4 പേരും അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്നാൽ ആ ലേഡി പോലീസ് ഓടി വന്ന് കിഷോറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവന്റെ ലവറാണിത്. ഇവിടെ നിന്നും ഈ കിഷോറിനെ രക്ഷപ്പെടാനുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്തു കൊടുത്തത് അവൾ തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും പിന്നീട് ആ ഒരു ടണലിലൂടെ അവർ നടന്ന് അവസാനം ആ ഒരു സ്ട്രീറ്റിലെ ഓവുചാലുണ്ടല്ലോ അതുവഴി പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. അടുത്ത സീനിൽ, അതായത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ബാട്ടിയാങ്കൾ, അതുപോലെ സത്യ, അശോക് ഇവർക്കൊക്കെ ആയിട്ട് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇവർക്ക് വേണ്ടപ്പെട്ടവരെ അധികം വൈകാതെ പെട്ടെന്ന് തന്നെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ വേണ്ടി പോവാണ്. എന്താണ് അപ്പൊ ആ രാത്രിയിൽ സംഭവിച്ചത് എന്നിപ്പോ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവർ 4 പേരും കൂടെ രക്ഷപ്പെട്ട് ടണലിന്റെ പുറത്തേക്ക് വന്നല്ലോ. അപ്പൊ തന്നെ പോലീസുകാർ ഫുള്ളായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് ഇവരെ സെർച്ച് ചെയ്ത് നടക്കുകയാണ്. മാത്രമല്ല അവസാനം ഇവരെ കൈയോടെ പൊക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കിഷോർ മാത്രം പോലീസുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഗണ്ണ് തട്ടിപ്പറിച്ച് ഒരുത്തന്റെ തലയിൽ ഗണ്ണ് വെക്കുന്നുണ്ട്. അനങ്ങിയാൽ വെടി വെക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന ആ ഒരു ജയിലർ, ഇയാൾ നല്ല ഷാർപ്പായിട്ടുള്ള ഷൂട്ടറാണ്. ഒന്നും നോക്കിയില്ല, കിഷോറിന്റെ നെറ്റിയിലേക്ക് തന്നെ വെട്ടിവെച്ചവനെ കൊന്നുകളയാണ്. ബാക്കിയുള്ള 3 പേരെയും ജീവനോട് പിടിച്ചിട്ടുണ്ട്. അധികം വൈകാതെ അവരിനി ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്ത് കൊല്ലാൻ വേണ്ടി പോവാണ്. ഓരോരുത്തർക്കും പല ദിവസങ്ങളായിരുന്നല്ലോ, അതെല്ലാം ക്യാൻസൽ ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവരെ കൊല്ലാൻ പോവാണ്. ഇത് കേട്ട സമയത്ത് സത്യ, ബാട്ടിയാങ്കൾ, അതുപോലെ തന്നെ അശോക് ഇവരൊക്കെ ആകെ ഡിപ്രസ് ആയി പോവാണ്. ഇനി ഒരു രക്ഷയില്ല, അവരുടെ വിധി അതാണ്, ഇനിയിപ്പോ ആ വിധിക്ക് പോയിക്കോട്ടെ എന്നൊക്കെ ഈ അശോക് പറയുന്നുണ്ട്. എന്ന് സത്യ പറയുന്നത്, സാറേ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ. അതായത് ഈ ജയിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അത് വർക്ക് ആവണമെങ്കിൽ ഫുള്ളായിട്ട് എപ്പോഴും അങ്ങോട്ടേക്ക് പവർ സപ്ലൈ ഉണ്ടായിരിക്കണം. എന്നാൽ ആ ഒരു ഭാഗത്തേക്ക് പവർ സപ്ലൈയുടെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ജയിലിൽ ഈ പവർ ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യാനായിട്ട് ഒരു ജനറേറ്റർ എപ്പോഴും ഉണ്ടാവും. സോ അതിന്റെ ആ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഡീസൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അവിടെ നമ്മളൊന്നും കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ പവർ സപ്ലൈ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ പിള്ളേരെ രക്ഷപ്പെടുത്താനും കഴിയും. ഇതേ സമയത്ത് തന്നെ അശോക് പറയാണ്, നിങ്ങൾ എന്തായി പറയുന്നത്? എന്തെങ്കിലും ഒരു പാളീച്ച വന്നിട്ടുണ്ടെങ്കിൽ 6000-ഓളം ജയിൽ പുള്ളികൾ അവിടെ ഉണ്ട്, അവരും രക്ഷപ്പെടൂലേ? ഞാനൊരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് പറയണം. എന്നാൽ സത്യ പറയണ, നിങ്ങളുടെ പെർമിഷൻ ആർക്കും ആവശ്യമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോന്ന് പറയണം. അശോക് പറയാണ്,
ഞാൻ ഇത് ചെയ്യൂല, നിങ്ങളെ കൊണ്ട് ചെയ്യിക്കൂല, ആ കാണാന്ന് സത്യം പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ബാട്ടി അങ്കിളിനോട് സത്യം പറയണം, അങ്കിളെ നിങ്ങൾക്ക് എത്ര കാശ് ഒപ്പിക്കാൻ പറ്റുമോ അത്രയും കാശ് ഒപ്പിക്കുക, ഞാൻ ഒപ്പിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാട്ടി എന്തൊക്കെ വിൽക്കാൻ പറ്റുമോ അതെല്ലാം വിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. പല ആൾക്കാർക്കും ഈ കാശ് കൊടുത്ത് പല ആൾക്കാരെയും സെറ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്കായിട്ട്. അഭിനയിക്കാൻ വരെ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. ചില ആൾക്കാരൊന്നും വഴിക്ക് വരാത്തത് കൊണ്ട് അവരുടെ ഫാമിലിയെ തട്ടിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി വരെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. കാരണം അറിയാലോ, നമ്മുടെ ബാട്ടി അങ്കിൾ നേരത്തെ ഒരു ഗ്യാങ്സ്റ്റർ ആയിരുന്നു. എല്ലാം വിട്ട് നല്ല രീതിയിൽ ജീവിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ജയിലിലേക്ക് വരുന്ന ആ ഒരു ഡീസൽ വണ്ടിയെ കാണിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വണ്ടി വരുന്ന വഴിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. സോ അതിലെ ആൾക്കാർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്താ പ്രശ്നം നോക്കുമ്പോൾ ഒരു ലേഡിക്ക് എന്തോ പരിക്കെല്ലാം പറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവരെ പുറത്തേക്ക് എത്തിക്കുകയാണ്. ഈ ഗ്യാപ്പിന് അവിടെ ഒളിച്ചിരുന്ന ആൾക്കാർ വേഗം തന്നെ എന്തോ ഒരു കെമിക്കലുമായിട്ട് ഈ ഡീസൽ കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിലേക്ക് ആ ഒരു കെമിക്കൽ ഒഴിക്കുകയാണ്. അതായത് ഡീസൽ ഇനി മര്യാദക്ക് വർക്ക് ആവില്ല, അത് നശിച്ചു പോയി എന്ന് പറയാം. എന്നാൽ ഇതിനെന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാര്യം ഇവർക്കറിയില്ല. ഇവർ ആ ഒരു മെഷീനിൽ ഒഴിക്കുമ്പോൾ മെഷീനും കംപ്ലൈന്റ് ആവും. അപ്പൊ ആ ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലായിട്ട് വണ്ടിയൊക്കെ മാറ്റുകയാണ്. പിന്നീട് ഡീസൽ കൊണ്ടുവന്ന വണ്ടി അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മുടെ ഈ ഒരു സത്യ സെറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു. ഇതിനുശേഷം ഒരു ബൈക്ക് എടുത്തുകൊണ്ട് സത്യ വേഗം തന്നെ അവിടുന്ന് പോവാണ്. അവളുടെ അടുത്തേക്ക് ഇപ്പോൾ അശോകും വരുന്നുണ്ട്. അശോക് പറയാണ്, നിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ ഇത് നടത്തിക്കില്ല, ഞാൻ എന്തായാലും പോലീസുകാരോട് ഈ കാര്യം ഇൻഫോം ചെയ്യും. ഇതും പറഞ്ഞ് ഇയാൾ വേഗം പോലീസിനെ വിളിക്കാൻ നോക്കിയാണ്. സത്യ ഒന്നും നോക്കിയില്ല, അവളുടെ ബൈക്ക് കൊണ്ട് അശോകിന്റെ ബൈക്കിനിട്ട് ഒരൊറ്റ ഇടിയാണ്. രണ്ടുപേരും തെറിച്ചു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടിലേക്ക് വീഴുന്നുണ്ട്. അവിടെ വെച്ച് സത്യ പലതവണ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അശോക് കേൾക്കുന്നില്ല. ഇനിയിപ്പോ വേറൊരു നിവൃത്തിയില്ല, ഇയാൾ എങ്ങനെയെങ്കിലും അടിച്ചൊതുക്കുക. സോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ സത്യ അശോകിനെ പിടിച്ച് ഒരൊറ്റ തള്ളലാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ ചെന്ന് താഴേക്ക് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ അശോക് മരണപ്പെട്ടു പോയി. എന്നാൽ സത്യ സർവൈവ് ചെയ്യുകയും ചെയ്തു. ഈ മരത്തിന്റെ കമ്പിലൊക്കെ തട്ടി തടഞ്ഞു നിന്നിട്ടേ. പക്ഷെ അവളുടെ ഉള്ളിൽ ഇപ്പൊ ഒരു കുറ്റബോധം വരുന്നുണ്ട് കേട്ടോ. അതായത് അനിയനെ രക്ഷിക്കാനായിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള ഒരു കുറ്റബോധം. ഇതേ സമയത്ത് തന്നെ ജയിലിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഡീസൽ നേരെ അവിടുത്തെ ആ ഒരു ജനറേറ്റർ ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹത്താകെ പരുക്കായിട്ടുള്ള സത്യ ഇപ്പോൾ ബാറ്റി അങ്കിളിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. മുറിയിൽ എന്താ പറയാ മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കെട്ടുകയാണ്. അതിനുശേഷം ഇവരൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജയിലിൽ നോക്കുകയാണെങ്കിൽ 3 പേരെയും കരണ്ട് അടുപ്പിച്ച് ഇനി കൊല്ലാൻ നിൽക്കുകയാണ്. ആ ഒരു സമയമായിട്ടുണ്ട്, നേരം വെളുക്കാനായിട്ടുണ്ട്. ആ ഒരു സമയത്ത് അവിടുത്തെ ജയിലർ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലാനായിരുന്നു എന്റെ ആഗ്രഹം. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് വേദന ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മരിച്ചുപോയി. കുഴപ്പമില്ല, ഞാൻ എന്റെ വാശിയൊക്കെ മാറ്റി വെക്കാണ്. ഈ നാടിന്റെ നിയമത്തിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് മാത്രം നിങ്ങളെ 3 പേരെയും ഞാൻ ഇലക്ട്രിക്കൽ ഷോക്ക് തന്നെ കൊല്ലുള്ളൂ. ഇതേ നേരം തന്നെ ഒരു 3-4 ലോറിയിൽ നിറച്ചും ഗ്യാസിന്റെ സിലിണ്ടറുമായിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ സത്യയും ബാട്ടിയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു ജയില് തന്നെ ഇടിച്ച് പൊളിച്ച് തകർക്കാനാണ് ഇവരുടെ പദ്ധതി എന്ന് പറയുന്നത്. പക്ഷെ അങ്ങോട്ടേക്ക് ഇവർ എത്തുന്നതിന് മുന്നേ ആ ഒരു ഏരിയയിലെ കറണ്ട് മുഴുവനായിട്ടും ഓഫ് ആവണം. സോ അത് ഓഫ് ചെയ്യാനുള്ള ആ ഒരു ഉദ്യോഗസ്ഥനുണ്ടല്ലോ, ഇയാളാണ് ഈ പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് വിസമ്മതിച്ചത്. സോ അയാളുടെ ഫാമിലിയെ കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇയാൾ ആ ഒരു കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ആ ഒരു ഏരിയയിലെ തന്നെ ഓഫാക്കി കളയാണ്. ഇതേ നേരം തന്നെ ജയിലിൽ നോക്കുകയാണെങ്കിൽ പവർ സപ്ലൈ കട്ടായാലും അവിടുത്തെ ജനറേറ്റർ വർക്കാവും. പിന്നീട് അതിലൂടെ കറണ്ട് ഇപ്പൊ ഈ ഒരു ബിൽഡിംഗിലേക്ക് വരും. അങ്ങനെ അതിൽ ആ ഒരു പവർ പൂർണ്ണമായിട്ടും കഴിയാൻ വേണ്ടി സത്യ ബാട്ടിയങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം. എന്നാൽ ബാട്ടിയങ്ങൾ പറയുന്നത് കുറച്ച് നേരം ആയല്ലോ, ഇതെന്താ അത് ഓഫ് ആവാത്തത്? സത്യ പറയണത് നമ്മൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ആ ഒരു എന്താ പറയാ നമ്മൾ മായം ചേർത്ത ഡീസൽ അത് ഉള്ളിലേക്ക് കയറണ്ടേ. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബാട്ടിയങ്ങൾ പറയണത് ശരിയാവില്ല, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്താലേ ശരിയാവുള്ളൂ. അങ്ങനെ എന്തോ ഒരു കാര്യം ബാട്ടിയങ്ങൾ ചെയ്യാൻ പോവാണ്. ഇതേ നേരം തന്നെ ജയിലിന്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ പോകുന്നത് മറ്റാരെയല്ല, നമ്മുടെ അങ്കൂറിനെയാണ്. ഇതേ നേരം തന്നെ ജയിലിന്റെ മുകളിൽ കാവൽ നിൽക്കുന്ന കാവൽക്കാർ ഒരു കാര്യം കാണുന്നുണ്ട്. 3 ലോറികൾ ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാവൽക്കാരൊന്നും നോക്കിയില്ല, അതിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ സിലിണ്ടർ ആണല്ലോ, അത് പൊട്ടി ഇപ്പൊ ആ ലോറിക്ക് തീ പിടിക്കുകയാണ്. ആ ലോറി വന്നിപ്പോ ഒരൊറ്റ ഇടിയാണ് ഇവിടുത്തെ ആ ഒരു ജയിലിന്റെ മതിലിൽ. വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഉള്ളിൽ നമ്മുടെ അങ്കൂറിനെ ഷോക്ക് അടിപ്പിക്കാൻ നോക്കുകയായിരുന്നു. ആ സമയത്താണ് പുറത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ നിന്ന് ആ ഒരു പരിപാടി ചെയ്യാൻ പറ്റിയതുമില്ല. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പവർ സപ്ലൈ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയാണ്. ഇനി നമ്മുടെ സത്യയുടെയും അതുപോലെ തന്നെ ബാട്ടിയങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും പദ്ധതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ നേരത്ത് ആ റൂമിന്റെ മുകൾ ഭാഗത്തായിട്ട് ആകാശത്തിലേക്ക് ഒരു ഡോർ ഓപ്പൺ ആക്കി വെക്കും. അത് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വിശ്വാസമാണ്. മരിക്കുന്ന സമയത്ത് അവരുടെ ആത്മാവ് എളുപ്പത്തിൽ ആകാശത്തിൽ പോയിക്കോട്ടെ. ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ നോക്കണ്ട, അതൊരു ട്രഡീഷനാണ്. അതിപ്പോഴും ആ ഒരു ജയിലിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഡോർ അവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടാവും. സോ അത് പൊളിച്ച് ഉള്ളിലേക്ക് വന്നിട്ട് പിള്ളേരെ രക്ഷപ്പെടുത്താനാണ് ഇവരുടെ പദ്ധതി. എന്നാൽ ഈ കാര്യം എന്തോ ജയിലർക്ക് മനസ്സിലായി തോന്നുന്നു. അതുകൊണ്ട് വേഗം അത് ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതുപോലെ ജയിലിൽ ഇതുപോലെ പ്രശ്നം നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ജയിൽ പുള്ളികളും രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ തന്ത്രപ്പാട് കാണിക്കുന്നുണ്ട്. പോലീസുകാർ വേഗം വന്ന് എല്ലാത്തിനെയും ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. മാത്രമല്ല പിള്ളേരെ വധശിക്ഷയ്ക്ക് വിധിച്ച സമയത്ത് അവർക്ക് വല്ല കുമ്പസാരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീസ്റ്റിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ സേഫ് ആയിട്ട് അയാൾ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ജയിലർ പറയുന്നുണ്ട്. ഇതിനുശേഷം പിള്ളേരെ 3 പേരെയും വെടിവെച്ച് കൊല്ലാനാണ് ജയിലറുടെ പദ്ധതി. കാരണം ഇവരെ രക്ഷിക്കാനായിരിക്കും ഇതുപോലെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നതെന്ന് ജയിലർ ഊഹിക്കുകയാണ്. കാരണം നേരത്തെ ഈ ഒരു ജയിലിലേക്ക് വന്ന് ഇടിച്ച 3 ലോറികൾ അതിൽ ഡ്രൈവർമാരുണ്ടായിരുന്നില്ല. സോ വ്യക്തമായിട്ടുള്ള ആരോ ഒരാളുടെ പദ്ധതിയാണിത് ജയിലർക്ക് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ 3 പേരെയും ഇവിടെ വെച്ച് ജയിലർ വെട്ടിവെച്ച് കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ആയിട്ട് 3 ചെറുക്കന്മാരോടും എന്തായാലും നിങ്ങൾ ചാവാൻ പോവുക, അപ്പൊ
അതിനു മുന്നേ നമുക്കൊരു കയ്യാങ്കളി കളിച്ചാലോ എന്ന് ജയിലർ പറയുന്നുണ്ട്. പിള്ളേർ 3 പേരും മറ്റൊരു രക്ഷയില്ലാത്തതുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. ഇതേ നേരം തന്നെ ജയിലിന്റെ പ്രധാനമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സത്യം ഉണ്ടല്ലോ ഒരു വലിയ കാർ എടുത്തുകൊണ്ട് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഡോർ അതിടിച്ച് പൊളിക്കാനായിട്ട് പായിപ്പിച്ച് വരുന്നുണ്ട്. എന്നാൽ ചെറിയൊരു അപകടം സംഭവിക്കുകയാണ്. കാറ് തകിടം മറിയുന്നുണ്ട്. എന്നാൽ അതിന്റെ ഉള്ളിൽ നിന്നും കയ്യിൽ 2 വെപ്പൺ എടുത്തുകൊണ്ട് അവൾ നേരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിന്റെ മുന്നിൽ ഗണ്ണുമായിട്ട് പോലീസ് ഉണ്ട്. എന്നാലും ഇത്ര ധൈര്യത്തിൽ സത്യം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. ഉണ്ട്. ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനെതിരെ പോരാടുന്ന കുറച്ച് ചെറുപ്പക്കാർ റിബൽസിനെ കണ്ടായിരുന്നല്ലോ. അവരുടെ സഹായം സത്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവര് സഹായിക്കാന്ന് പറഞ്ഞു. സോ അവന്മാരെല്ലാം കൂടെ ജയിലിലേക്ക് ഇടിച്ച് കയറി വരികയാണ്. അതിനിടയിൽ സത്യ വിപ്ലവം വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. ഇവന്മാർക്ക് അറിയില്ല ശരിക്കും അനിയനെയും കൂട്ടുകാരെയും രക്ഷപ്പെടുത്താനാണ് സത്യ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ അവിടെ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സത്യ നൈസായിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അവളുടെ കയ്യിൽ മുകളിലേക്ക് ഈ അമ്പ് വിടുന്ന പോലത്തെ എന്തോ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. സോ അത് മുകളിലേക്ക് വിടുകയാണ്. അതിലൊരു ചരട് ഉണ്ടായിരുന്നു. ആ ചരടും പിടിച്ചുകൊണ്ട് അവൾ നേരെ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് എത്തുന്നുണ്ട്. അതായത് ആളുകളെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലുന്ന ആ ഒരു മുറിയുടെ മുകൾ ഭാഗം അത് ഓപ്പൺ ആയി കിടക്കുമല്ലോ. സോ അതിലൂടെ താഴേക്ക് പോയിട്ട് പിള്ളേരെ രക്ഷപ്പെടുത്താനാണല്ലോ ഇവരുടെ പദ്ധതി. എന്നാൽ അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം ജയിലർക്ക് നേരത്തെ മനസ്സിലായ കാര്യം. എന്തായാലും ജയിലിന്റെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഈ 3 പേരെയും ജയിലർ നന്നായിട്ടിട്ട് കുടയുന്നുണ്ട്. 3 പേര് നോക്കിയിട്ടും ഇയാളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇയാൾ നല്ല ട്രെയിനിങ് കിട്ടിയ ഒരാളാണ്. ഇപ്പൊ മുകളിൽ നിന്നാണെങ്കിലോ നമ്മുടെ ഈ ഒരു സത്യ അത് ഓപ്പൺ ആക്കാൻ നോക്കുന്നുണ്ട്. ഈ കാര്യം അങ്കൂറിന് എങ്ങനെയോ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഏണി ഉണ്ടായിരുന്നു. അത് വെച്ച് മുകളിലേക്ക് കയറി അത് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ജയിലർ ഇവരെ പിടിച്ച് താഴേക്ക് വലിച്ചിടുകയാണ്. ഇതേ സമയത്ത് സത്യമാണെങ്കിൽ ഇത് തുറക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് അവിടുത്തെ ആ ഒരു ചില്ല് തകർത്ത് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ പിള്ളേരുള്ള ആ ഒരു റൂമിലല്ല കേട്ടോ. ഇതേ നേരം തന്നെ പിള്ളേര് ആ ഒരു ജയിലറെ ആ ഒരു ഏണിയുടെ ഇടയിൽ കുടുക്കിയിട്ട് ഇവർ മുകളിലേക്ക് കയറുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ ജയിലർ വീണ്ടും വരികയാണ്. പിന്നീട് ആ ഒരു ടെറസിന്റെ മുകളിൽ വെച്ചായി ഈ 4 പേരും ഫൈറ്റ് കേട്ടോ. ഉള്ളത് പറയാലോ ആ ജയിലറുടെ മുന്നിൽ 3 പേർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പരമാവധി ഫൈറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിനിടയിൽ അങ്കൂർ ഒരു ഓടെടുത്തിട്ട് ഇയാളുടെ തലക്കിട്ട് ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. ഇതേ സമയം താഴെ സത്യം നോക്കുകയാണെങ്കിൽ അവിടെ ജയിൽ പുള്ളികളും അതുപോലെ തന്നെ റിബൽസും പോലീസുകാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടക്കാണല്ലോ. ഇതിനിടയിൽ എന്തോ ഒരു ഫോഗ് ഗണ്ണ് അവൾക്ക് കിട്ടുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് വീണ്ടും ജയിലിന്റെ ഉള്ളിലേക്ക് വരികയാണ്. മാത്രമല്ല എല്ലാവരുടെയും കണ്ണ് വെട്ടിക്കാനായിട്ട് അതിൽ നിന്ന് ഒരെണ്ണിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ആകെ അവിടെ പുകയാവാണ്. ഇതേ സമയം ടെറസിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ജയിലർക്ക് എന്തുകൊണ്ടാണ് ഈ പിള്ളേരോട് ഇത്ര പകാന്നറിയില്ല. 2 കൈയിലും ഓരോരുത്തർ, കാലിന്റെ അടിയിൽ മറ്റൊരുത്തൻ. അങ്ങനെ ഞെക്കി 3 ബോധം ഇപ്പൊ പോയിട്ടുണ്ട്. അധികം വൈകാതെ ഇവര് 3 പേര് ഇപ്പൊ ചാവുകയും ചെയ്യും. എന്നാൽ അതിന് മുന്നേ ആയിട്ട് ഈ ജയിലറുടെ തലയ്ക്ക് വന്ന് എന്തോന്ന് ഒരേറ്റ അടി അടിയാണ് കേട്ടോ. അതായത് ആ ഒരു ഫോഗ് ഗണ്ണിൽ ആ ഒരു ബുള്ളറ്റ് തന്നെ. ഇയാളുടെ പിടുത്തം വിട്ടുപോയി. തല കറങ്ങി ഇയാൾ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്തിന് അങ്കൂർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ ചേച്ചിയാണ്. അവനത് ഞെട്ടിപ്പോയി. ഈ നടക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ചെയ്ത് കൂട്ടിയത് അവന്റെ ചേച്ചി അവന് വേണ്ടിയിട്ടാണ്. അവിടെ വെച്ച് തന്നെ ചേച്ചി അവൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ടോണിക്കും അതുപോലെ തന്നെ ചന്ദനും. അപ്പൊ സത്യ പറയണ മോനെ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, വേഗം വാന്ന് പറഞ്ഞിട്ട് ഇവർ ആ ഒരു ടെറസിന്റെ മുകളിലൂടെ ഓടുന്നുണ്ട്. പിന്നാലെ തന്നെ പോലീസുകാരും വരുന്നുണ്ട്. ഇവർക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. 4 പേരും ഒന്നും നോക്കിയില്ല. ഈ ബിൽഡിങ്ങിൽ നിന്നും അപ്പുറത്തേക്ക് എടുത്ത് ചാടുന്നുണ്ട്. പിന്നീട് അതിന്റെ ഉള്ളിലേക്ക് തന്നെ ഇവർ ഇറങ്ങുകയാണ്. കാരണം മുകളിലൂടെ പോകുന്നത് സേഫ് അല്ല. താഴേക്ക് ഇറങ്ങി ഓരോ വാതിലുകളും തുറന്ന് അവരങ്ങനെ പോവുകയാണ്. എന്നാൽ അവസാനത്തെ ആ ഒരു ഡോറ് തുറക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റുന്നില്ല. കുറെ നേരം അതിൽ പിടിച്ച് തട്ടുന്നുണ്ട്. ആ സമയത്ത് സത്യം എന്തോന്ന് മനസ്സിൽ കാണുകയാണ്. ഇവരോട് 3 പേരും സൈഡിലേക്ക് നിൽക്കാൻ വേണ്ടി പറയണം. അതേ സമയത്ത് ഒരു വലിയ വണ്ടി വന്ന് ഡോറിനിട്ട് ഒരേറ്റ ഇടിയാണ്. നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ബാട്ടിയങ്ങളെ കണ്ടപാട് തന്നെ ടോണി ആകെ ഞെട്ടിപ്പോണു. അച്ഛാ നിങ്ങളോ? ആടെ പിള്ളേരെ ഒന്നും നോക്കണ്ട, വേഗം കയറിക്കുമെന്ന് പറയണം. അങ്ങനെ ഇവരെയും കൂട്ടി ബാട്ടിയങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് പായാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇവരുടെ പിന്നാലെ തന്നെ പോലീസുകാരുണ്ട്. എന്നാൽ ഈ പ്രശ്നത്തിന്റെ ഇടയിൽ ബാട്ടിയങ്ങളിന് ഷൂട്ട് ഏറ്റു. നല്ല രക്തം പോകുന്നുണ്ട്. പതിയെ മയങ്ങി വരുന്നുണ്ട്. ഈ സമയത്തിന് ടോണിയോട് പറയണത്, ഡാ മോനെ നോക്കിയും കണ്ടൊക്കെ ജീവിച്ചോണടാ. അച്ഛൻ എന്തായാലും കുറെ കാലം ജീവിച്ചു. നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ മര്യാദക്ക് നോക്കിയും കണ്ട് ജീവിക്കുക. ഇതേ സമയത്തിന് സത്യം പറയുന്നുണ്ട്, അങ്ങളെ പേടിക്കണ്ട, നിങ്ങളുടെ മകന് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്റെ അനിയനെ പോലെ തന്നെ കണ്ട് ഞാൻ അവനെ സേഫായിട്ട് നാട്ടിലെത്തിച്ചിരിക്കും. ഇപ്പൊ ബാട്ടിയങ്ങൾ ഒരു കാര്യം പറയണേ, എന്തായാലും നിങ്ങൾ രക്ഷപ്പെടും. എനിക്ക് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ് ബാട്ടിയങ്ങൾ എന്താക്കി ആ ഒരു വണ്ടി ഒറ്റക്കെടുത്തുകൊണ്ട് നേരെ റിവേഴ്സ് എടുത്ത് ഒരൊറ്റ പോക്കാണ്. പോലീസുകാർ വരുന്നുണ്ടല്ലോ, അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയി ഒരൊറ്റ ചാമ്പലാണ്. സോ വലിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ബാട്ടിയങ്ങൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോവാണ്. ഇതേ സമയത്ത് തന്നെ സത്യ വേറൊരു പ്ലാൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പോലീസിന്റെ കാർ അത് അതുപോലെ തന്നെ അവൾ ഉണ്ടാക്കി വെച്ചായിരുന്നു. സോ അതിലാണ് ഇനി ഇവർ രക്ഷപ്പെട്ടു പോകാൻ പോകുന്നത്. മാത്രമല്ല മരിച്ചുപോയ അശോക് അവൻ ഓൾറെഡി പോലീസുകാരനായിരുന്നല്ലോ. അവന്റെ ആ ഒരു ബാഡ്ജ് കൂടെ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഇവരെടുക്കുന്ന വേഷം എന്താ വെച്ചാൽ മെഡിക്കൽ ടീമിന്റെ വേഷമാണ്. ഇവിടെ ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് മെഡിക്കൽ ടീം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ആയിട്ട്. സോ ആ രീതിയിലാണ് ഇവർ ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇവർ നേരെ ആ ഒരു ബീച്ച് സൈഡിലേക്ക് പോകണം. അവിടുന്ന് ബോട്ട് എടുത്ത് രക്ഷപ്പെട്ടു പോവാണ്. ഡോക്ടർമാരുടെ വേഷം ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് പോലീസുകാർ അവരെ പരിശോധിക്കാനും നിന്നില്ല. അങ്ങനെ കടലിലേക്ക്, അതായത് മലേഷ്യൻ ബോർഡറിലേക്ക് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ആ ഒരു ബോർഡറിലുള്ള പോലീസുകാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഞങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാന്ന് പറഞ്ഞിട്ട് സത്യം ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്റർനാഷണൽ ബോർഡേഴ്സ് താണ്ടിക്കൊണ്ട് ഇവർക്ക് പോയാൽ എളുപ്പമാണ്. എന്നാൽ ഇതുപോലെ മലേഷ്യയിലേക്ക് ഇതുപോലെ റേഡിയോ സിഗ്നൽ അയക്കുന്നുണ്ടെങ്കിലും അതിന് പകരമായിട്ട് ഇങ്ങോട്ടേക്ക് ഒന്നും വരുന്നില്ല. പെട്ടെന്നാണ് ഇവർക്ക് നേരെ ഭയങ്കരമായിട്ടുള്ള ഫയറിംഗ് അത് നടക്കുന്നത്. നോക്കുമ്പോൾ എന്താ ജയിലർ എങ്ങനെയൊക്കെയോ ഇവരെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഈ പണ്ടാർ ഇതുവരെയായിട്ട് ചത്തില്ലേ, ഇനി ഒരു രക്ഷയില്ല. അവരുടെ കയ്യിൽ വെപ്പണുണ്ട്, അതുപോലെ
അതുപോലെ തന്നെ നല്ല ബോട്ടുമാണ്. അധികം വൈകാതെ ഇവരുടെ അടുത്തേക്ക് എത്തും. അങ്ങനെ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ജയിലർ വരുന്നുണ്ട്. സത്യ ഏകദേശം മരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ നേരത്താണ് ഈ ജയിലർ ഉണ്ടല്ലോ ഇയാളെയും ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു ടീം വന്നിട്ട് വെടിവെച്ച് ഫുള്ളായിട്ട് കാലിയാക്കി കളയാണ്. അതായത് ഇവർ ഓൾറെഡി മലേഷ്യൻ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടന്ന് ഇതുപോലെ ഫയറിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ നേവിക്കാർ അവർ നോക്കി നിൽക്കില്ല, അവർ ഷൂട്ട് ചെയ്യും. അതുപോലെ ഇപ്പൊ മലേഷ്യൻ പോലീസാണ് ഈ ചൈനയുടെ ജയിലറിനെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നത്. മാത്രമല്ല ഇവർ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ അങ്ങോട്ടേക്ക് മലേഷ്യൻ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് അവിടുന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഇവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിയുന്നുണ്ട്. ഇവർ 3 പേരെയും കൂട്ടി സത്യം നേരെ പിന്നീട് പോകുന്നത് സത്യയും അൻകൂറും ജനിച്ചു വളർന്ന അവരുടെ ആ ഒരു പഴയ വീട്ടിലേക്കാണ്. ഇപ്പൊ അവിടെ ആരും താമസമില്ല. എന്നാലും അങ്ങോട്ടേക്ക് തന്നെ അവരിപ്പോ വന്നിരിക്കുകയാണ്. പുതിയൊരു ലൈഫ് ഇവിടെ വെച്ച് തുടങ്ങാൻ അവർ തീരുമാനിക്കുകയാണ്. ഇതോട് കൂടിയിട്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. സോ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.